3 ദിവസങ്ങളിലായി റമദാന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഇവിടെ ഒരു വലിയ മജ്‌ലിസ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ മജ്‌ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും അസ്സലാമു അലൈക്കും എന്ന വാക്യത്തോടു കൂടി ഞാൻ എൻ്റെ ഈ ചെറിയൊരു വിഷയം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച് നിങ്ങളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ബുർദ മജ്‌ലിസ് ഈ ക്ലാസ്സിന് ശേഷം ഈ വേദിയിൽ നടക്കാൻ പോവുകയാണ്. ചിലപ്പോൾ ആ സമയത്ത് എത്തിച്ചേരാമെന്ന് പ്രതീക്ഷ ഉണ്ടായിരിക്കും. എൻ്റെ സഹ ജീവനക്കാരനും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറുമായ ഇസ്മായിൽ ഈ ശുഷ്കിച്ച വേദിയെ ആശങ്കപ്പെട്ടു. ഏതായാലും നല്ലൊരു മജ്‌ലിസാണ് ഇവിടെ നടക്കുന്നത്. അതിൽ ലഹരിയുടെ ഒരു വിഷയം കുത്തിത്തിരികിയത് എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യത്തിന് ചെറിയ ഭാഷയിൽ എൻ്റെ സഹപ്രവർത്തകൻ മറുപടി പറഞ്ഞു. ഞാനും എൻ്റെ ഇസ്മായിലും ഒരേ വർഷം സർവീസിൽ കയറിയതാണ്. തുടർന്ന് ഇങ്ങോട്ട് നല്ലൊരു വ്യക്തി പരിചയമാണ്. കേസിന്റെ കാര്യത്തിൽ മറ്റതൊക്കെ ഇസ്മായിൽ കാണിക്കുന്ന ശുഷ്കാന്തി ചിലപ്പോൾ വ്യക്തിപരമായി പങ്കുവെച്ചപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഔപചാരിക ഉത്തരവാദിത്തത്തിലുപരി ഈ ദുരന്തം, ഈ വിപത്ത് ഈ സമൂഹത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യാൻ വേണ്ടിയുള്ള ആത്മാർത്ഥതയും കൂടിയാണ് എന്ന് പലപ്പോഴും നമ്മൾ ചർച്ചയ്ക്കിടെ പറയാറ്. അദ്ദേഹം ഒരുപക്ഷെ കമ്മിറ്റിയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതും ഒരു സതുദ്ദേശത്തോടു കൂടിയായിരിക്കും. ഒരു മാസം മതപ്രഭാഷണം കേട്ട് എഴുന്നേറ്റ് പോകുന്ന നിങ്ങൾ തഖ്വയിലേക്ക്, ഈമാനിലേക്ക് ഒന്ന് മടങ്ങിയേക്കാം. പക്ഷേ കുടുംബം ഒരു വിപത്തിനെ നേരിടാനുള്ള ഒരു ചിട്ട അതിൽ നിന്ന് നിങ്ങൾ സംഭരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇൽമ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാലും മതബോധം അല്ലെങ്കിൽ ആത്മീയത നമ്മുടെ മനസ്സുകളിൽ രൂഢമൂലമായി കഴിഞ്ഞാലും കുടുംബം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച ഒരു മറുഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വല്ലാത്തൊരു മനോഹരമായ ഒരു സങ്കല്പമാണ് ഇസ്ലാമിലുള്ളത്. ഒരു 6 വയസ്സായ പിച്ചു മോനെ കൈപിടിച്ചുകൊണ്ട് മരുഭൂമിയിൽ കൂടിയിട്ട് ഉപ്പാന്റെ ഖബറ് സന്ദർശിക്കാൻ വേണ്ടി പോയി ആമിന ബീവി. ആലോചിച്ചു നോക്കിയിട്ട് 6 വയസ്സുള്ള അരുമയെ കൈ കോർത്തു പിടിച്ച് ചേർത്തിണക്കിക്കൊണ്ട് ആ പ്രിയ മാതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അല്ലെങ്കിൽ അന്ന് നബിയായിട്ടില്ല, മുഹമ്മദിന് പ്രവാചകത്വം കിട്ടുന്ന 6 വയസ്സ്, ഉപ്പാനെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. ഖബർ സിയാറത്ത് തിരിച്ചു വരുന്ന വഴിയിൽ വെച്ചിട്ട് കോർത്തിണക്കിയ കരങ്ങള്, കൈകൾ അയഞ്ഞുപോയി. ആമിന ബീബി ഇവിടെ വെച്ച് മരുഭൂമിയിൽ വെച്ച് മരിച്ചു. അനാഥത്വത്തിന്റെ സങ്കട കടലിൽ പ്രവാചകൻ പതിച്ചു. നിങ്ങൾ നോക്കിയാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, ഒരു കുട്ടി അനാഥമാകുക, അനാഥത്വത്തിന് വിധേയമാകുക. ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, വയസ്സ് 6. എല്ലാ സങ്കടങ്ങളും ആ ബാലൻ നേരിട്ടു. അതുകൊണ്ടാണ് പ്രവാചകന് ഈ അനാഥകളോട് ഇത്രയും സ്നേഹം പ്രകടിപ്പിച്ചത്. അതിന്റെ എല്ലാ നോവും, അതിന്റെ എല്ലാ വേദനയും യാതനയും പ്രവാചകൻ അനുഭവിച്ചിരുന്നു. ഒരു കുട്ടി, ഒരു യതീമായ കുട്ടി
നമ്മുടെ കൺമുന്നിലിരിക്കെ തന്റെ മകനെ യതീം കുട്ടിയുടെ മകൻ മുമ്പിൽ വെച്ചിട്ട് ചുംബിക്കാൻ പാടില്ലെന്ന മനോഹരമായ സന്ദേശം ഈ ലോകത്ത് ഒരു സൈക്കോളജിസ്റ്റിനും ഒരു ഫിലോസഫർക്കും നൽകാൻ പറ്റിയിട്ടില്ല. സ്വന്തം കൺമുമ്പിൽ വെച്ചിട്ട് ഒരു യതീം കുട്ടി നിൽക്കെ, ഒരു അനാഥ കുട്ടി നിൽക്കെ സ്വന്തം കുട്ടിയെ വാരിയെടുത്ത് ചുംബനം കൊടുക്കരുത് എന്ന് അള്ളാന്റെ പ്രവാചകൻ ലോകോത്തര വിശ്വോത്തര സൈക്കോളജിസ്റ്റിനെ വെല്ലുന്ന രീതിയിൽ പ്രവചിച്ചു വെച്ചിരിക്കുകയാണ്. അള്ളാന്റെ റസൂലിന് അറിയാം അനാഥകളോടുള്ള, കുട്ടികളോടുള്ള സ്നേഹം എങ്ങനെയായിരിക്കണം. ബാലികയായ ഫാത്തിമ കരളിന്റെ കഷ്ടമാണെന്ന് പറഞ്ഞത്, എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് പറഞ്ഞു. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ട് ഏത് രക്ഷിതാവ് പറയാ? ഫാത്തിമയെ നെറ്റിയിൽ സ്നേഹചുംബനം തുരുതുര നടത്തും, നെറ്റിയിൽ നടത്തും, കവിളിൽ നടത്തും, കെട്ടിപ്പിടിക്കും. ഇത് കണ്ട് ആയിഷ ബീബി ചോദിച്ചു പോലും, അല്ല പ്രവാചകനെ, നിങ്ങൾ എന്തിനാ ഈ പ്രായപൂർത്തിയായ മകളെ ഇങ്ങനെ ചുംബിക്കുന്നത്? റസൂൽ പറഞ്ഞ മനോഹരമായ ഒരു മറുപടി ഉണ്ട്. പ്രവാചകൻ പറഞ്ഞു, എന്റെ മോളെ ഞാൻ നെറ്റിയിൽ ചുംബിക്കുമ്പോൾ, കവിളിൽ ചുംബിക്കുമ്പോൾ, കെട്ടിപ്പിടിക്കുമ്പോൾ സ്വർഗത്തിലെ മനോഹരമായ ഫലപ്രദമായ അല്ലെങ്കിൽ ഫലപുഷ്ടിയായ പല ഫ്രൂട്ടുകളും ഒന്നിച്ച് സംഗമിച്ചതിന്റെ മണം ഞാൻ ആസ്വദിക്കുകയാണ്. സ്വർഗത്തിലെ ഒരുപാട് ഫ്രൂട്ടുകൾ ഒന്നിച്ച് സംഗമിക്കുമ്പോഴുണ്ടാവുന്ന അതിന്റെ മണം ഞാൻ ആസ്വദിക്കുകയാണ് ആയിഷ എന്ന് പറഞ്ഞത്. ആലോചിച്ച് നോക്കിയാണെങ്കിൽ സഹാബാക്കളുമായിട്ട് റസൂൽ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് സഹാബാക്കളോട് പറഞ്ഞു, ഒരു 5 മിനിറ്റ് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ലഹരിയുടെ വേദിയാണ് ഇത്. പറഞ്ഞാലേ എനിക്ക് എന്റെ വിശ്വാസിപ്പിക്കാൻ പറ്റും. സഹാബാക്കൾ ചോദിച്ചു, പ്രവാചകനെ കുറെ സമയം എടുക്കും. ഇല്ല, 5 മിനിറ്റ് നേരം. പ്രവാചകൻ പോയി പേരമക്കളായ ഹസൈൻ ഹുസൈൻ 2 കൈയും 2 കാലുകളും നിലത്ത് കുത്തിക്കൊണ്ട് ആനയാക്കി കളിക്കുകയാണ്. റസൂൽ ആ കുട്ടികളുടെ അടുത്ത് പോയിട്ട് റസൂലും 2 കരങ്ങൾ ഭൂമിയിൽ പതിച്ചുകൊണ്ട് 2 കാലുകളും പതിച്ചു ആനയാക്കിയിട്ട് പേരമക്കളായ ഹസൈൻ ഹുസൈൻ അള്ളാന്റെ പ്രവാചകന്റെ മേലെ കയറിയിട്ട് ആനയും കുതിരയും ആക്കി കളിക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു, പ്രവാചകൻ വരുന്നില്ല. സഹാബാക്കള് ചെന്ന് നോക്കുമ്പോഴും പ്രവാചകൻ പേരമക്കളുമായിട്ട് ഇഴചേർന്ന് കളിക്കുകയാണ്. ഈ ഒരു സന്ദേശം നമ്മൾ ചെവിക്കൊണ്ടിട്ടില്ല. ഈ ഒരു ചര്യ, ഈ ഒരു സ്നേഹപ്രകടനം ഫാത്തിമയെ ചുംബിച്ച പ്രവാചകൻ ഹസൈൻ ഹുസൈനുമായിട്ട് കളിച്ച പ്രവാചകന്റെ ചര്യ ഏത് രക്ഷിതാവിനറിയാം, ഏത് രക്ഷിതാവ് പാലിക്കുന്നുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു കുടുംബത്തിന്റെ സമൂലമായ തകർച്ച, ആ കുടുംബത്തിലെ ഉപ്പയും ഉമ്മയും മക്കളും തമ്മിലൊരു യോജിപ്പില്ലായ്മ ഉണ്ടാകുമ്പോഴാണ്. അതിനാണ് ബ്രോക്കൺ ഫാമിലി എന്ന് പറയുന്നത്. മനഃശാസ്ത്രത്തിൽ പറയുന്ന ബ്രോക്കൺ ഫാമിലി, തകർന്ന കുടുംബം എന്ന് പറയുന്നത് നിങ്ങളെ കടം കയറിയിട്ട് മൂടിയാലൊന്നും ഉണ്ടാവുന്ന പ്രതിഭാസമൊന്നുമല്ല. അല്ലെങ്കിൽ വീട്ടിലെ ഭക്ഷണത്തിന് പശിയടക്കാനുള്ള വകയില്ലാഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല ബ്രോക്കൺ ഫാമിലി, തകർന്ന കുടുംബം എന്ന് പറയുന്നത്. തകർന്ന കുടുംബം എന്ന് പറയുന്നത് അച്ഛന് മക്കളോട്, ഉപ്പയ്ക്ക് മക്കളോട്, ഉമ്മയ്ക്ക് ഭർത്താവിനോട് യാതൊരു ബന്ധമില്ല. വെളിച്ചെണ്ണയിൽ പച്ചവെള്ളം ഒഴിച്ച മാതിരി ലയിക്കാതിരിക്കുക. ഇതിനെയാണ് തകർന്ന കുടുംബം എന്ന് മനഃശാസ്ത്ര വിദഗ്ധർ നമ്മളെ നോക്കിയിട്ട് പറയുന്നത്. ഈ തകർന്ന കുടുംബത്തിൽ നിന്നാണ് എല്ലാവിധ വിപത്തുകളും ഉടലെടുക്കുന്നത്. ഈ സമൂഹത്തിൽ നിന്ന് കാണുന്ന എല്ലാ വിപത്തുകളും ഉടലെടുക്കുന്നത് അച്ഛനും ഉപ്പയും ഉമ്മയും തമ്മിൽ ബന്ധമില്ല, ഭർത്താവും ഭാര്യയും തമ്മിൽ ബന്ധമില്ല, യാതൊരു ബന്ധമില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, നേരത്തെ നമ്മുടെ ഇസ്മായിൽ പറഞ്ഞ മാതിരി വിമുക്തി മിഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കേസുകൾ നമ്മൾ എടുക്കുമ്പോഴൊക്കെ നമ്മൾ അനുഭവപ്പെടുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു ബന്ധമില്ല. സംസാരിച്ചിട്ട് 4-5 ദിവസമായി പല വീടുകളിലും.
കുട്ടികള് ഈ ഉപ്പാന്റെയും ഉമ്മാന്റെയും ഈ അസ്വാരസ്യങ്ങൾ, അസ്വസ്ഥതകള് കുട്ടികള് തലച്ചോറിലേക്ക് കയറ്റി വിടുകയാണ്. കുട്ടികൾ പറയുന്നത് വീട്ടിൽ സമാധാനമില്ല സാറേ, അതുകൊണ്ട് സ്വല്പം ഒന്ന് ഉപയോഗിച്ചതാണ്. എല്ലാ കുട്ടികളും അങ്ങനെയാ പറയാം. അല്ലാണ്ട് റസൂല് പറഞ്ഞ ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിൽ ഏതെങ്കിലും വിഷയത്തിൽ സ്വരച്ചേർച്ചയില്ലെങ്കിൽ ആദ്യ ദിവസത്തെ ശയനത്തിൽ അവിടെ തീർന്നിരിക്കണം. ആദ്യ ദിവസത്തെ ശയനത്തിൽ തീർന്നിരിക്കണം. ഇന്ന് പകലാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തതെങ്കിൽ അന്ന് രാത്രിയിലെ ശയനത്തിൽ തീർന്നിരിക്കണം. അല്ലെങ്കിൽ രണ്ടാം ദിവസം തീർന്നിരിക്കണം. മൂന്നാം ദിവസവും തീർന്നിട്ടില്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കണം എന്ന് പറയുന്നത്, ഒരു കൗൺസിലറെ കാണിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് എവിടെയുള്ളത്? നമ്മുടെ വീടുകളിൽ കംപ്ലീറ്റ് ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വിഘടിച്ച് നിൽക്കുകയാണ്. ഇത് കണ്ട് മക്കള് വളരുകയാണ്. ഈ മക്കള് വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹങ്ങള് തെരുവിൽ നിന്ന് ഏതെങ്കിലും ഒരു പീറ ചെറുക്കനോ പീറ പെണ്ണോ കൊടുക്കുമ്പോൾ അതിന്റെ ബാക്കില് ഒളിച്ചോടുകയാണ്. അതൊരു ലഹരിയാണ്. ഒളിച്ചോട്ടൊരു ലഹരിയാണ്. ഒളിച്ചോടിയിട്ട് കോടതിയിലെത്തുമ്പോൾ മകളെ നീ പോവല്ലേ എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. കുടുംബത്തിന്റെ അടിത്തറ നിങ്ങൾ ആദ്യം ഒന്ന് സുഭദ്രമാക്കണം. ഞാനിത് ഒട്ടുമിക്ക വേദികളിലും പറയാറുണ്ട്. കുടുംബം നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന ലഹരിയും നിങ്ങൾ ഈ പറയുന്ന ഒളിച്ചോട്ടവും പ്രണയത്തിന്റെയൊക്കെ വിപത്തുകൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരാതിരിക്കും. നമ്മളൊക്കെ അധ്വാനിക്കുന്നതും നമ്മളൊക്കെ സമ്പാദിക്കുന്നതും നമ്മളൊക്കെ മണിമന്ദിരങ്ങൾ വെക്കുന്നതും ഒക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. അല്ലെന്ന് ആർക്കും അഭിപ്രായം ഉണ്ടാവില്ല. ഒരാൾ രാവിലെ വീട് വിട്ട് അധ്വാനിച്ച് ഉപ്പ വൈകുന്നേരം കയറി വരുന്നതും ഉമ്മ അടുക്കളയിൽ വെച്ചിട്ട് മക്കൾക്ക് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും അവരുടെ ചെടി പിടിച്ച മണ്ണ് പുരണ്ട വസ്ത്രങ്ങൾ ഉരച്ച് വൃത്തിയാക്കിയിട്ട് നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ വൃത്തിയില് പറഞ്ഞയക്കുന്നതൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഈ മക്കള് നമ്മളിൽ നിന്ന് കൈവിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിന്റെ അർത്ഥം എന്താണ്? ഒരുപാട് ആലോചിക്കണം. ലഹരി കടന്നു വരുന്നത് മുസ്ലിം സമുദായത്തിലെ മക്കളിൽ അധികവും ഈ ഇത്തരം ഫാമിലികളിലാണ്. ഒരുപാട് ഇപ്പോ കുട്ടികളൊക്കെ പറയുന്നത്, ഞാൻ ഉപ്പ പുകവലിക്കുന്നത് പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് സാറേ. ഉപ്പ മൂക്കിൽ കൂടി പുകവിടുന്നു, വായിൽ കൂടി പുകവിടുന്നു. ഞാൻ കസേരയിലിരുന്ന് ഞാൻ പലപ്പോഴും അത് നോക്കിയിട്ടുണ്ട്. പിന്നീട് എനിക്ക് തോന്നി ഒന്ന് അത് പരീക്ഷിക്കണം. ഈ രക്ഷിതാക്കള് ഈ മക്കളുടെ മുമ്പിൽ വെച്ച് പുകവലിക്കുന്ന രക്ഷിതാക്കള് ഒരു നല്ല സന്ദേശമാണോ കൊടുക്കുന്നത് കുടുംബത്തിലെ വളർന്നു വരുന്ന മക്കൾക്ക്? നിർത്തണം. ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാര് ഒരുപാട് ഫത്വകൾ കൊടുക്കാറുണ്ട്, ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ പുകവലിയുടെ കാര്യത്തിൽ പണ്ഡിതന്മാര് ഒരു മുടി കാണിക്കുകയാണ്. എനിക്കതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല ഇതുവരെ. റസൂൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ഉപയോഗിക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു നേട്ടം കിട്ടാതെ കോട്ടമാണ് കിട്ടുന്നതെങ്കിൽ, അത് ദൂർത്തിന്റെ പര്യായമാണെങ്കിൽ അത് ഹറാമാണെന്നാണ്. പുകവലിച്ചെന്ത് നേട്ടം കിട്ടുന്നത്? കോട്ടയല്ലേ കിട്ടുന്നത്? അത് ദൂർത്തല്ലേ? ഒരു ദിവസം ഒരു 100 രൂപയുടെ സിഗരറ്റ് വലിക്കുന്ന ഒരാള് 30 ദിവസം 3000 രൂപ അവൻ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ 12 3 36, അതിനെ ടോട്ടൽ ഏജ് കൊണ്ടൊന്ന് കുടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ അവന്റെ ഈ പുകവലിക്ക് വേണ്ടി മാത്രം ഒരു രക്ഷിതാവ് ചെലവഴിക്കുകയാണ്. അപ്പൊ ഇത് ഈ കാര്യത്തില് പണ്ഡിതന്മാര് ചെറിയൊരു മടി കാണിക്കുന്നത്. വെട്ടിത്തുറന്ന് പറയണം രക്ഷിതാക്കളോട്, ഈ പണ്ഡിതന്മാര്, പണ്ഡിത സഭകള്, സമസ്തകള് പുകവലി തനി ഹറാമാണെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരണം. ഒരുപാട് കുടുംബത്തിന്റെ വ്യതിചലനം, മക്കൾ സ്ഥാനചലനം, മക്കൾ ലഹരിയിലേക്ക്, വിപത്തിലേക്ക്, ദുരന്തത്തിലേക്ക്, അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നത് ഈ ഉപ്പാന്റെ പുകവലി കണ്ടിട്ടാണ്. അവിടെയാണ് ഇതിന്റെ ബിഗിനിങ് സ്റ്റെപ്പ് ആരംഭിക്കുന്നത്. ക്യാൻസറിന്റെ ഫോട്ടോ പതിച്ച 80% പിക്ചർ പതിച്ച സിഗരറ്റിന്റെ പാക്കറ്റ് എങ്ങനെ ഹലാലാകും?
വളരെ അതിൽ എനിക്ക് ഇതുവരെ അർത്ഥം കിട്ടിയിട്ടില്ല. എന്റെ സഹപ്രവർത്തകൻ ഇസ്മായിലുണ്ട്, 23 വർഷമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ കോടിക്കണക്കിന് ലഹരി ഉൽപ്പന്നങ്ങൾ നമ്മൾ പിടിക്കുന്നുണ്ട്. സിഗരറ്റ് പിടിക്കുന്നുണ്ട്, നമ്മൾ ടാക്സ് കിട്ടാത്ത സിഗരറ്റ് ഉൽപ്പന്നങ്ങൾ നമ്മൾ പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ സിഗരറ്റ് ഉൽപ്പന്നങ്ങളും ലഹരികളും വളരെ സൗജന്യമായിട്ട് ഓഫീസിൽ എത്തിച്ചേരുമ്പോൾ അതിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് വലിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഇസ്മായിലോ ഞാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല. കാരണം അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയാം. ഇത് തിരിച്ചറിയണം നമ്മുടെ വീടുകളിൽ. ഈ സമൂഹം എന്ന് പറയപ്പെടുന്ന വലിയൊരു പതിപ്പുണ്ടല്ലോ, ആ പതിപ്പിനെ വിജയിപ്പിക്കുന്നത് കുടുംബമാണ്. ഈ കുടുംബം തകർന്നു കഴിഞ്ഞാൽ ഈ സമൂഹം തകരും. അതൊരു ഫിലോസഫിക്കൽ പ്രാക്ടിക്കൽ സൈഡാണ് അതിന്. കുടുംബം ഭദ്രമാക്കി വെക്കണം, നമ്മൾ വളരെ ഭദ്രമാക്കി വെക്കണം. സ്കൂളിലേക്ക് പോകുന്ന ഉപ്പ, മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഉപ്പ ചെയ്യേണ്ടത് പൈസ കൊടുത്ത് വിടലല്ല. ഉമ്മ ചെയ്യേണ്ടത് ഭക്ഷണവും അതില് ടൈം ടേബിൾ നോക്കി പുസ്തകവും വെച്ചിട്ട് മുടി ചീകി കൊടുത്തിട്ട് നല്ല ഇസ്തിരി ഇട്ട് കൊടുത്തിട്ട് കുട്ടികളെ പറഞ്ഞേക്കല്ല. മറിച്ച് കുട്ടികളെ അടുത്ത് വിളിച്ചിട്ട് ഒരു നെറ്റിയിൽ സ്നേഹചുംബനം നടത്തുക. ഈ കുട്ടികള് ഉപ്പയുടെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ, ഉമ്മയുടെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ ഒരു ചെകുത്താന്റെ പാതയിലേക്കും സഞ്ചരിക്കില്ല. ഇതിനേക്കാൾ വലിയ സ്നേഹം എന്റെ ഉമ്മ തരുന്നുണ്ടടാ, ഇതിനേക്കാൾ വലിയ സ്നേഹം എന്റെ ഉപ്പ തരുന്നുണ്ടടാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരിടും. ചരിത്രമാണിത്, അനുഭവങ്ങളാണ്. നിങ്ങൾ പൈസ ആർക്ക് വേണം? നിങ്ങളുടെ മണിമന്ദിരങ്ങൾ ആർക്ക് വേണം? നിങ്ങളുടെ അയൺ ചെയ്ത ഡ്രസ്സുകൾ കുട്ടികൾക്ക് ഇന്ന് വേണ്ട. അതൊക്കെ കുട്ടികൾക്ക് അറിയാം. അതൊക്കെ ഇന്ന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇസരിയൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്ത് കിട്ടും. കുട്ടികൾക്ക് വേണ്ടുന്നത് രക്ഷിതാക്കളുടെ സ്പർശനമാണ്, സ്നേഹമാണ്. ഈ സ്നേഹം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ കുട്ടികള്, ഈ കാലഘട്ടത്തിലെ ഈ നൂറ്റാണ്ടിലെ മക്കള് സ്നേഹങ്ങൾ കിട്ടുന്ന കൃത്രിമമായ ആർട്ടിഫിഷ്യൽ ഇയറിലേക്ക് പോകും, ഈഗോയിലേക്ക് പോകുന്ന പറയുന്നത് വളരെ ശരിയാണത്. കേസെടുക്കുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന കേസുകളിൽ 60% കൗമാര പ്രായത്തിലുള്ള കുട്ടികളാണ്. ഈ കുട്ടികളെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ മിൻഹാൻസിന്റെ ട്രെയിനിങ് ക്യാമ്പുകളിൽ പങ്കെടുപ്പിക്കുമ്പോൾ കുട്ടികൾ പറയുന്നത് രക്ഷിതാക്കളെയാണ്. കുടുംബം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് ഇസ്ലാം തന്നെ പറയുന്നുണ്ട് എങ്ങനെ കുടുംബം സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഈ വയതിലെ മതപ്രഭാഷണത്തിലൊക്കെ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. എങ്ങനെ കുടുംബം സെറ്റ് ചെയ്തെടുക്കേണ്ടതെന്ന് നിങ്ങൾ ഒരു വലിയ സൈക്കോളജിസ്റ്റിന്റെയോ ഫിലോസഫിസ്റ്റിന്റെയോ അരികിൽ പോയിട്ട് ഫീസൊന്നും കൊടുത്ത് നിങ്ങൾ ആർജിക്കേണ്ട. ഇസ്ലാം തന്നെ പറയുന്നുണ്ട് എങ്ങനെ ഭാര്യ ഭർത്താവിനോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. റസൂൽ കാണിച്ചു തന്നിട്ടുണ്ട്. ആയിഷ ബീവി വളരെ ചെറുപ്പത്തിൽ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചിരുന്നു. ഒരു ബാലികയാണ്. ഒരു ദിവസം ആയിഷ ബീവിയെ റസൂൽ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. വിജനമായ 2 മലകളുടെ ഇടയിൽ താഴെ എത്തിയപ്പോൾ വൈകുന്നേരം സായാഹ്നത്തില് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, നമ്മളൊരു മത്സരം സംഘടിപ്പിക്കുകയാണ്. പ്രിയ ഭർത്താവ് പറയുകയാണ്, എങ്ങനെ ഒരു ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മുടെ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ ഫിലോസഫേഴ്സിന്റെ അടുത്ത് പോകുന്നത്, എന്തിന് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്നത്? ആയിഷ ചോദിച്ചു, പ്രവാചകന് ഏത് കളിയാണ്, ഏത് വിനോദമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതാണ് റസൂൽ പറഞ്ഞു, ഞാനും എന്റെ ആയിഷയും തമ്മിൽ ഒരു ഓട്ട മത്സരം. ആരും കാണാത്ത വിജനമായ ഭൂമിയിൽ, അല്ലെങ്കിൽ ഈ വേളാപുരം പാലം കഴിഞ്ഞ് പാപ്പൻശ്ശേരി നാട്ടുകാർ മുഴുവനും കാണുന്ന ഇടങ്ങളിൽ പോയിട്ട് ഓടുകയല്ല വേണ്ടത്. ഒരുപാട് വിജനമായ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ വീടുകളിൽ തന്നെ ഇപ്പൊ ഇന്റർലോക്ക് ചെയ്ത സ്ഥലങ്ങളാണ്. അതിന്റെ ചുറ്റുപാടും ഒന്നുകൂടിയാൽ മതി. എന്നിട്ട് അതാണ് റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു, നമുക്കൊരു ഓട്ട മത്സരം സംഘടിപ്പിക്കാം. ബാലികയാണ് ആയിഷ ബീവി. ഓടി പകുതി എത്തിയപ്പോൾ റസൂലിന് തോന്നി ഞാൻ അതിവേഗം ബഹുദൂരം മുന്നിലാണ്. റസൂലിന്റെ തന്ത്രപരമായിട്ട് ഓട്ടത്തിന്റെ വേഗതയൊന്ന് കുറച്ചു. എന്നിട്ട് പതുക്കെ ആമ ഓടുന്ന പോലെ ഓടി ആയിഷ ബീവി ഫിനിഷിംഗ് പോയിന്റ് മറികടന്നിട്ട് ആ ബാലികയുടെ മനസ്സിൽ, നിഷ്കളങ്കമായ മനസ്സിൽ വരുന്ന സന്തോഷത്തിൽ കൈകൊട്ടിക്കൊണ്ട് റസൂലിനോട് പറഞ്ഞു, ഞാൻ ജയിച്ചില്ലേ.
റസൂൽ പറഞ്ഞു, നീ ജയിച്ചു ആയിഷ. വർഷങ്ങൾക്ക് ശേഷം ഇതേ സ്ഥലത്തെത്തിയപ്പോഴും വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ഈ സ്ഥലം ഓർമ്മയുണ്ടോ ആയിഷ നിനക്ക്? അന്ന് നമ്മൾ ഓട്ട മത്സരം സംഘടിപ്പിച്ചതാണ്. വീണ്ടും നമുക്ക് ഓടി നോക്കിയാലോ? രണ്ടുപേരും ഓടി ഫിനിഷിംഗ് പോയിന്റിലെത്തി. പ്രവാചകൻ ജയിച്ചു. പ്രവാചകൻ കൈമുട്ടിക്കൊണ്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, അന്ന് നീ ജയിച്ചു, ഇന്ന് ഞാൻ ജയിച്ചു. എന്തൊരു കുട്ടിത്തം! ഇത്രയും മാതൃകാപരമായ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ ഉദാഹരണം നമുക്ക് പ്രവാചകൻ കാണിച്ചു തന്നിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന് പായസം കൊടുത്തയച്ചു. പായസം കൊടുത്തയച്ചിട്ട് ആയിഷ ബീവിക്ക് എന്ത് ചെയ്തു? ചെറിയൊരു നീരസം കൊടുത്തയച്ചു. മറ്റേ ഭാര്യ തട്ടി താഴെയിട്ടു. കൊണ്ടുവന്ന കുട്ടി പകച്ചുപോയി. റസൂല് കുനിഞ്ഞിരുന്നു കൊണ്ട് ആ പായസം മുഴുവൻ കൈകൊണ്ടിങ്ങനെ വാരി കോരിയെടുത്ത പാട്ടയിലിട്ട് പറഞ്ഞു, ആയിഷാന്റെ കൈ തട്ടിയതാണ് മോളെ. ഒരു മുഖത്ത് നമ്മളൊക്കെ ആണെങ്കിൽ എന്തൊരു കുഴപ്പമായിരിക്കും, അടി കൊടുത്തിട്ട് നമ്മൾ സംസാരിക്കും. ഇത്രയും വലിയൊരു മനഃശാസ്ത്രം നമുക്ക് വിഭാവനം ചെയ്ത നമ്മുടെ മതം, നമ്മളത് പിൻപറ്റിയാൽ തന്നെ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം തീരുന്ന. ആര് ചെയ്യുന്നു? എല്ലാവർക്കും ഈഗോ ആണ്. ഭർത്താവ് ഒന്ന് പറയുമ്പോൾ ഭാര്യ രണ്ട് പറയും, ഭാര്യ രണ്ട് പറയുമ്പോൾ ഭർത്താവ് മൂന്ന് പറയും. കുടുംബത്തിൽ ആകെ പ്രശ്നങ്ങൾ. കാർണോറെ വിളിക്കുക, അടിയനെ വിളിക്കുക, ഉസ്താദിനെ വിളിക്കുക, മസിലത്താക്കുക, കോംപ്രമൈസ് ആക്കുക. ഇതിന്റെ ആവശ്യമുണ്ടോ? ഒരു കാര്യം ഉറപ്പാണ്, ഒരു ഭർത്താവ് ഭാര്യയുടെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പെരുമാറ്റം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ഭാര്യ ഒരിക്കലും ചൂടാവില്ല. സമയക്കുറവ്, ഭർത്താക്കന്മാർക്ക് അധികം സമയക്കുറവാണ്. ഭാര്യക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് സമയക്കുറവ്. കാരണം എന്താ, ഭർത്താവിന് ആവശ്യമുള്ള സമയങ്ങളിൽ ഭാര്യക്ക് ഭർത്താവിന് കിട്ടൂല. എവിടെയെങ്കിലും എന്തെങ്കിലും പോകാനോ പിടിക്കാനോ പറയുമ്പോഴും നമ്മൾ പ്രോഗ്രാം പറഞ്ഞ് നമ്മളങ്ങോട്ട് പോകും. അവര് ചൂടായി വർത്താനം പറയും, നമ്മളതിനെ ക്ലോസ് ചെയ്യും. ഇങ്ങനെയാ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഭാര്യയ്ക്ക് വേണ്ടി കൊടുക്കുന്ന സമയം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കരുത്. മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന സമയം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് സോഷ്യൽ വർക്ക് ചെയ്യരുത്. അത് മക്കൾക്ക് കൊടുക്കണം. നമ്മള് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് രാത്രികാലങ്ങളിൽ നൈറ്റ് പെട്രോളിംഗ് നടത്തും. പെട്രോളിംഗ് നടത്തുന്ന സമയത്ത് ഈ മുസ്ലിം വീടുകളിൽ ലൈറ്റുകൾ ഇങ്ങനെ ഇട്ട് വെക്കും. 12 മണിയാകുമ്പോഴേക്ക് ഞാൻ കൂത്തുറമ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ഒരു 11:30 മണിക്ക് ഒരു റൈഡ് കഴിഞ്ഞിട്ട് ദാഹിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ ലൈറ്റ് കണ്ടിട്ട് പോയോക്കുമ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ 12 മണിക്ക് ഉറങ്ങുന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, സാറ് പ്യാപ്പിള വരാം. ഞാൻ പറയും, പ്യാപ്പിളക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ KSEBക്ക് ഇത്രയും പൈസ കൊടുത്തിട്ട് എല്ലാ ദിവസവും ഈ 12 മണി വരെ കാത്തിരിക്കുന്നു? എന്ത് അലാക്കിന്റെ പ്യാപ്പിള? ഈ പ്യാപ്പിളാർ എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഒരു മനുഷ്യത്തിലായിരിക്കണം. ഒരു 8-9 മണിയാകുമ്പോൾ വൈറ്റ് ഹൗസിൽ താമസിക്കുന്നതാണെങ്കിൽ വീട്ടിലേക്ക് പോകണം. എന്നാലും റസൂൽ പറഞ്ഞത് യശയിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ഭക്ഷണം പൂർത്തീകരിക്കണം എന്നാണ്. യശാ മഗ്രിബിന്റെ ഉള്ളിൽ ഭക്ഷണം പൂർത്തീകരിച്ചിരിക്കണം. ആ ഭക്ഷണം പൂർത്തീകരിക്കുന്ന സമയങ്ങളിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കണം. എന്നിട്ട് ഭർത്താവ് ഭാര്യയുടെ വായിലേക്ക് ചപ്പാത്തിയുടെ കഷ്ടം വെച്ച് കൊടുക്കുന്നത് മകൻ കാണണം, മകൾ കാണണം. ഉപ്പയുടെ സ്നേഹം, ഉമ്മയുടെ സ്നേഹം തിരിച്ചറിയണം. നാളെ ഇവൾ മകൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് എന്റെ ഉപ്പ ചെയ്തത്, എന്റെ ഉമ്മ ചെയ്തത് ഈ മക്കള് വരുന്ന തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റണം. നല്ല കുടുംബമാവും, യാതൊരു സംശയമില്ല. ഉപ്പ ജോലി കഴിഞ്ഞ് വന്ന് കുളി കഴിഞ്ഞ് ടിവിയുടെ മുമ്പിലും ഉമ്മ മക്കൾക്ക് വേണ്ടി ഭക്ഷണം കഴിച്ചിട്ട് ഈ മാക്സി മുഴുവനും കരിച്ചതിന്റെയും പൊരിച്ചതിന്റെയും മണങ്ങളെ കൊണ്ട് അടുക്കളയിൽ വെച്ചും മകനും മകൾക്കും സ്റ്റഡി റൂമിൽ വെച്ചിട്ടും ഭക്ഷണം കൊടുക്കുന്നതിൽ ഇസ്ലാമിന് യാതൊരു യോജിപ്പുമില്ല, മനഃശാസ്ത്രത്തിന് യാതൊരു യോജിപ്പുമില്ല. പിന്നെ ആർക്ക് വേണ്ടിയത്? സൈക്കോളജിസ്റ്റ് പറയുന്ന പറഞ്ഞാല് ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്ന വീടുകളിൽ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുന്ന പറയുന്നത്. അല്ലാതെ റസൂല് പറഞ്ഞത് അതാ, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ മക്കളുമായിട്ട് ഷെയർ ചെയ്യണം. ഈ കുടുംബം ഒരിക്കലും ബ്രോക്കൺ, തകർന്ന കുടുംബത്തിലേക്ക് പോകില്ല. ആ കുട്ടികള്
അട്ട പിടിച്ച മാതിരി ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹത്തണലിൽ വളർന്നു വലുതാകും. ഇത് സാധിച്ചുകൂടെ നമുക്ക്? ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആളൊന്നും വേണ്ടല്ലോ. ഇതിന്റെ അഭാവമാണ് ലഹരി കിടക്കുന്നത്, ലഹരി വീട്ടിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട മകൻ ആറാം പിറന്നതുകൊണ്ടാണ്. നമ്മളൊക്കെ സാധാരണ പറയൂ, അപ്പുറത്തെ രാജേട്ടന്റെ മകനുമായിട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ പിന്നെ മുഹമ്മദിന്റെ മകനുമായിട്ട് കമ്പനി കൂടിയിട്ട് എന്റെ മോൻ വടക്കായി, അങ്ങനെ സാധാരണ പറയാ. എന്റെ മോൻ വടക്കായി, അപ്പുറത്തെ മുഹമ്മദിന്റെ മോനും അപ്പുറത്തെ ഇസ്മായിലിന്റെ മോനും അപ്പുറത്തെ നിസാറിന്റെ മോനുമായിട്ട് കമ്പനി കൂടിയിട്ടാന്നാ പറയാ. നമ്മളെ തെറ്റൊന്നും പറയില്ല. അടിസ്ഥാനപരമായി കുടുംബം ബ്രോക്കൺ ആണ്. ഈ ബ്രോക്കൺ ഫാമിലിയിൽ കുട്ടികൾ കൈവിട്ടു പോകും. ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ രാവിലെ 5 മണി വരെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ തീരൂല. അത്രയും ഉദാഹരണങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ കുടുംബത്തിലെയും നമ്മൾ ഇത് പിടിച്ച് ലഹരി പിടിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം പറയാം, സാറേ എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറയും. ഭയങ്കര വിശ്വാസമായിരിക്കും. എന്തൊരു വിശ്വാസം അറിയാം സ്വന്തം മക്കളെ. ചില വീടുകൾ എന്ന് പറയും, സാറേ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ പിന്നെ ഭർത്താവിന്റെ അനിയന്റെ ഭാര്യയും മക്കളുമാണ്, ബാക്കിൽ നിൽക്കുന്നത് മറ്റവന്റെ ഭാര്യയും ഭർത്താവ് എല്ലാം കുടുംബക്കാരാണ്, അവരൊന്നും അറിയരുത് സാറേ, നിങ്ങൾ ഇങ്ങനെ ഉള്ളിക്കേറി എന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഉള്ളിക്കയറ്റി കൊടുക്കും. എന്നിട്ട് അതൊന്ന് പൊത്തി വെക്കും. ഞാൻ പല വീടുകളും ചോദിക്കാറ്, നിങ്ങൾ ഈ പൊത്തി വെക്കുന്ന കാര്യം എത്ര പേരെ നിങ്ങൾ പൊത്തി വെക്കും? ഈ കുട്ടി അതപ്പതച്ച് അതിന് നാറാണക്കല്ലെടുത്തിട്ട് വിപത്ത് ദുരന്തം നിങ്ങളെ കുടുംബത്തിലേക്ക് മുഴുവനും കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് നാട് മുഴുവനും ന്യൂസ് സ്പ്രെഡ് ആകുന്ന തരത്തിലേക്ക് വളർന്നാലാണോ നിങ്ങൾ ഈ കുട്ടിയെ നിയന്ത്രിക്കുക? രക്ഷിതാക്കൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. എന്റെ മോൻ അടിക്കൂല, എന്റെ മോൻ അങ്ങനെ പോകില്ല, അത് അവന്റെ കൂടെ കൂടിയിട്ടാണ് സാർ, അത് നമ്മൾ ശരിയായിക്കോളൂ, തൽക്കാലം നിങ്ങളൊന്ന് പോയി വീടുന്ന് പിന്നെ പോയി തരണം, നമ്മൾ കുടുംബക്കാരൊക്കെ ചുറ്റുപാട് താമസിക്കുന്നതാണ്, അവരൊന്നും അറിയരുത്. ഇങ്ങനെ ഒരുപാട് കുടുംബക്കാർ തകർന്ന് തരിപ്പണായിട്ടുണ്ട്. നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയാം, ഈ ലഹരി എന്ന് പറയപ്പെടുന്നത് നിങ്ങൾ കാണുന്ന ഒരു നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല. നിസ്സാര കാര്യമൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇതൊക്കെ വളരെ നിസ്സാരാണ് എന്നൊക്കെ. നിങ്ങൾ ഇവരെന്ത് പറയുന്നത്? ഈ പറയുന്ന കാര്യമൊന്നുമില്ല. കുട്ടികളെ നമ്മൾ ചോദിക്കുന്നുണ്ട്, സാറേ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. കുട്ടികളെ പിടിച്ചു കഴിഞ്ഞാല് എന്തിനാ നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന പറഞ്ഞാൽ, സാർ അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട്, നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടി ബില്ലാളാവും. ഈ ഇസ്ലാമിലൊരു കാര്യമുണ്ട്, ലോകാവസാനം അടുക്കുന്നതോട് കൂടിയിട്ട് കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്ന് പറയുന്നത്. ഇപ്പൊ കൊല്ലപ്പെട്ടവൻ അറിയില്ല ഞാനെന്തിനാ കൊല്ലപ്പെട്ടേ, കൊല ചെയ്യുന്നവൻ അറിയില്ല ഞാനെന്തിനാ അവനെ കൊല ചെയ്ത്. ആ ഒരു കാലഘട്ടം വരുന്ന പറഞ്ഞ ആ കാലഘട്ടത്തിൽ കൂടി ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ ലഹരി അടിക്കുന്ന കുട്ടികൾക്ക് അറിയില്ല ഈ ലഹരിയിൽ എന്തൊക്കെ സാധനങ്ങളാ ഉള്ളതെന്ന് കുട്ടികൾക്ക് അറിയില്ല. കുട്ടികൾക്ക് ആകെ അറിയുന്നത് ഈ 2 ID കാർഡിന്റെ മേലെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഒന്ന് മൂക്കിൽ വലിച്ചു കയറ്റുന്നത്, അത് തളച്ചു കൊണ്ടൊരു മരവിപ്പ് കിട്ടും. ആ മരവിപ്പിൽ കുട്ടികൾ ഒരു ആനന്ദം കണ്ടെത്തുകയാണ്. പക്ഷെ ഈ സിന്തറ്റിക് ഡ്രഗ്സുകളിൽ അടങ്ങിയ കെമിക്കലുകൾ എന്താണെന്ന് ഇതുവരെ ഒരു കുട്ടിക്കും അറിയില്ല. അതിൽ എന്തൊക്കെ കെമിക്കലുകൾ ഉണ്ട് എന്നുള്ളത്. ഇത് കണ്ടുപിടിച്ചത് ഒരു രസാന്തരജ്ഞനാണ്, ഒരു കെമിസ്റ്റാണ്. അയാൾ ഇത് കണ്ടുപിടിച്ച അയാൾക്ക് അറിയില്ല ഞാൻ കണ്ടുപിടിച്ച ലഹരിയാണ്. പക്ഷെ അയാൾ മുറിവിൽ കൂടി ഇത് ശരീരത്തിലേക്ക് കയറിയപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് മാരകമായ ലഹരിയാണ്. അയാൾ അത് ഉപയോഗിക്കാൻ തുടങ്ങി, ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അവസാനം 2 വർഷം കൊണ്ട് അയാൾ മരിച്ചിരുന്നു. സെൻട്രൽ നാർക്കോട്ടിക് ബ്യൂറോ പറയുന്നു പറഞ്ഞാല് ഇന്ന് ലഹരി അടിക്കുന്ന കുട്ടികൾക്ക് 7 വർഷമാണ് കേന്ദ്ര നാർക്കോട്ടിക് ബ്യൂറോ ആയുസ് കൊടുത്തിരിക്കുന്നത്. ലഹരി അടിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് അതിലുള്ള കെമിക്കലുകൾ ഈ ലഹരി അടിക്കുന്ന മക്കളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഡാമേജുകളാണ്, അപകടങ്ങളാണ്. അത്രയും പ്രഹരശേഷി, മാരകശേഷിയുള്ളതാണ് ഈ ലഹരി. 3500 കോടി റുപ്യയുടെ ലഹരിയാണ് കൊച്ചി തുറമുഖത്ത് നിന്ന് പിടിച്ചത്. എന്തിനു വേണ്ടി? അത് നമ്മുടെ മക്കൾക്കിലേക്ക് എത്തിക്കാനാണ്. ഇപ്പൊ നമ്മുടെ ഇസ്മായിൽ ഇവിടെ പ്രതിപാദിച്ചില്ല, ഇവിടെ കഞ്ചാവ് വേട്ട നടന്നു. ഈ കഞ്ചാവ് ചായക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊന്നുമില്ലല്ലോ, ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് നമ്മളെ മക്കളെയും കാത്തിരിക്കുകയാണ് അവർ. ഒരുപാട് ചെറിയ ചെറിയ മക്കള് ഇതിൽ വീണുപോവുകയാണ്.
നമ്മളൊക്കെ പറയും ഇത് ഇന്ന് അത് രാജേട്ടന്റെ വീട്ടിലാണ്, ഇന്ന് മറ്റേ നമ്മുടെ അവക്കരാജിക്കാന്റെ മോനാണ്, അതൊക്കെ അങ്ങ് ദൂരെയാണ്, നമ്മളെ മക്കളൊന്നും ഇതിന്റെ വീട്ടിലെന്ന്. പക്ഷെ നാളെ നമ്മളെ മക്കളിലേക്ക് കൂടി കാര്യങ്ങൾ വരുമ്പോഴും മാത്രമേ കോവിഡ് മാതിരി നമ്മളും നിലവിളിക്കുകയുള്ളൂ. ഇവിടെ എങ്ങനെയാ, തൃശ്ശൂരല്ലേ, അത് കോഴിക്കോടല്ലേ, അത് തിരുവനന്തപുരത്തല്ലേ, നമ്മളെ നാട്ടിൽ വരാനും ചൈനയിലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് ദിവസത്തിന്റെ ഉള്ളിൽ നമ്മളെ വീട്ടിലേക്ക് കൂടി വന്നപ്പോഴാണ് നമ്മളൊക്കെ പരിഭ്രാന്തരായ. ഇതേപോലെയാണ് ലഹരിയുടെ വിഷയവും. ഇന്ന് മറ്റുള്ളവരുടെ വാർത്തകളാണെങ്കിൽ നാളെ നമ്മളെ വീട്ടിലെ വാർത്തകളായിട്ട് വരും ഇത്. അതുവരെ നിങ്ങൾ കാത്തിരുന്നോ? ഇത് ലഹരിയുടെ ഒരു വിഷയം വെച്ച് കഴിഞ്ഞിട്ട് ഒരാൾ പറഞ്ഞു തരാൻ വേണ്ടിട്ട് ഒരു പ്രോഗ്രാം മഹല്ല് കമ്മിറ്റി വലിയൊരു ഉത്തരവാദിത്വ ബോധമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. വലിയൊരു ഉത്തരവാദിത്വ ബോധമാണ് കാണിച്ചത്. ഇത്രയും മഹത്തായ ഒരു സദസ്സില് ഈ ലഹരിയുടെ വിഷയം കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് അവർ വലിയൊരു ഉത്തരവാദിത്വം കാണിച്ചിരിക്കുക. പക്ഷെ ജനങ്ങളൊന്നും ഉൾക്കൊള്ളുന്നില്ല. ജനങ്ങൾക്ക് അത് കുട്ടികളുടെ കാര്യമല്ലേ, കൗമാരക്കാരുടെ കാര്യം. നമ്മൾ കേട്ടിട്ടെന്താ വേണ്ടത്? നിങ്ങളാണ് കേൾക്കേണ്ടത്. രക്ഷിതാക്കളുടെ തകർച്ചയാണ്, രക്ഷിതാക്കളുടെ അശ്രദ്ധയാണ്, രക്ഷിതാക്കളുടെ അനാസ്ഥയാണ്, രക്ഷിതാക്കളുടെ ഉറക്കം തൂങ്ങലുകളാണ്, രക്ഷിതാക്കളുടെ നിഷേധക നിലപാടാണ് നമ്മുടെ മക്കളുടെ ലഹരിയിലേക്ക് പോകുന്നത്. യാതൊരു സംശയമില്ല. ആരെയും കുറ്റപ്പെടുത്തില്ല, മക്കളെ നമ്മൾ കുറ്റപ്പെടുത്താറേ ഇല്ല. നിങ്ങൾ രാവിലെ പണിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, ഞാനെന്ത് ചെയ്യാനാ? ഞാൻ ചിക്കൻ വാങ്ങിച്ചു കൊടുക്കുന്നു, ചിക്കൻ പൊരിച്ചു കൊടുക്കുന്നു, ഞാൻ നല്ല രുചികരമായ ടേസ്റ്റ് ഭക്ഷണം കൊടുക്കുന്നു. ഉമ്മയുടെ പരാതി, ഉമ്മയുടെ കമന്റ്. കുട്ടികൾ പറയും നമുക്ക് സ്നേഹം കിട്ടുന്നില്ല, ഉമ്മ എന്നോട് സംസാരിക്കുന്നില്ല, ഉപ്പ എന്നോട് സംസാരിക്കുന്നില്ല. സ്നേഹം കിട്ടുന്നിടത്ത് കുട്ടികൾ പോകുന്നത് ലഹരിയുടെ സ്നേഹമാണെങ്കിൽ അങ്ങനെയുള്ള സ്നേഹം, പ്രണയത്തിന്റെ സ്നേഹമാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്നേഹം അതിന്റെ ബാക്കിലേക്ക് പോകുന്നു. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കൈവച്ച് പോകുന്നത് ആരുടെ പരാജയം? രക്ഷിതാക്കളുടെ പരാജയമാണ്, യാതൊരു സംശയമില്ല. നിങ്ങൾക്കറിയാം ഒരു കുട്ടി ലഹരി അടിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം. ഒരു കുട്ടിയെ സദാ നിരീക്ഷിക്കുന്ന ഒരു രക്ഷിതാവിന്, സദാ ശ്രദ്ധ ചെലുത്തുന്ന ഒരു കുട്ടിയുടെ മാറ്റങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷി രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. എത്രയോ കാതം അകലെ ആകാശത്ത് വട്ടമിട്ട് നടക്കുന്ന പരുന്തിന്റെ നീക്കങ്ങള് ഈ ഭൂമിയില് ഒരു കൊച്ചു തള്ളക്കോഴി ചിറകിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയിട്ട് ആ കോഴി കുഞ്ഞുങ്ങളെ മുഴുവനും തന്റെ ചിറകിന്റെ അടിയിലേക്ക് ആക്കുന്ന ആ കോഴിയുടെ പൊടിയെങ്കിലും നമ്മുടെ രക്ഷിതാക്കൾ കാണിക്കണം. മക്കളെ തിരിച്ചറിയണം, മക്കളുടെ സ്വഭാവങ്ങൾ തിരിച്ചറിയണം. മക്കളുടെ ലഹരി അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രത്യേകത കണ്ണിന്റെ പുരികത്തിന് ചെറിയൊരു മാറ്റം ഉണ്ടാവും. കറുത്ത കളറൊക്കെ മങ്ങാൻ തുടങ്ങും. നന്നായിട്ട് വിയർക്കും കുട്ടികൾ. വിയർപ്പിന് സ്മെല്ലുണ്ടാവും, വേട സ്മെല്ലുണ്ടാവും. ഭക്ഷണത്തോട് താല്പര്യം കുറയും, വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. ഉപ്പയെയും ഉമ്മയെയും നിഷേധിക്കും, അനുസരിക്കൂല, വഴക്ക് പറയും, ശകാരിക്കും, ദേഷ്യപ്പെടും. പഠനമുറിയിൽ മണിക്കൂറുകളോളം വെറുതെ ഇങ്ങനെ ഇരിക്കും. ഭക്ഷണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ സഹകരിക്കൂല, വരൂല, ഭക്ഷണം വേണ്ടാന്ന് പറയും. ഇതൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി ഒരു മക്കളെ ശ്രദ്ധിക്കുന്ന രക്ഷിതാവിന് കഴിയണം. ഐബ്രോ പെൻസിൽ കുട്ടികളുടെ ബാഗിലുണ്ടാവും. അതിന് ഐബ്രോ പെൻസിൽ എന്ന് കുട്ടികളോട് ചോദിക്കണം. കൺമഷിയുടെ പെൻസിൽ എന്തിനാണെന്ന് കുട്ടികളോട് ചോദിക്കണം. കുട്ടികൾ ആൺകുട്ടികളുടെ ഈ കൺപുരികം ലഹരി ഉപയോഗിക്കുന്നതോടുകൂടി ചെറിയൊരു ചെമ്പിച്ച കളറാവും. അതിന് കറുപ്പ് കളറാക്കാൻ വേണ്ടി കുട്ടികൾ ഐബ്രോ പെൻസിൽ കയറും. ഈ ലഹരി അടിക്കുന്നതോടുകൂടി ശരീരത്തിലെ വെള്ളത്തെ മുഴുവൻ വലിച്ചെടുക്കും. അപ്പോൾ കുട്ടികളുടെ വേർപ്പിന് ബാഡ് സ്മെല്ല് വരും. ഈ ബാഡ് സ്മെല്ല് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ അത്തറിന്റെ ബോട്ടിലുകൾ നമ്മളെ മക്കളുടെ ബാഗിൽ കാണാം. ഇത് തിരിച്ചറിയണം രക്ഷിതാക്കൾ. തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ലഹരിയുടെ എന്തെങ്കിലും സൂചന കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒച്ചപ്പാടും ബഹളവും മടിയും വെപ്രാളവും പരാതിയും ഭർത്താവിനെ കുറ്റപ്പെടുത്തലും ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തലും. നിന്റെ മോൾ നന്നാവില്ല, നിന്റെ മോൾ അങ്ങനെ ഉണ്ടാവും. പരസ്പരം പഴിചാരനും ആ കുടുംബം ആകെ ബഹളമുഖരിതമാകും. അതൊന്നല്ല വേണ്ടത്. നമ്മുടെ മക്കളെ ലഹരിയിലേക്ക് എന്തെങ്കിലും ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് വളരെ രഹസ്യമാക്കി വെക്കണം കാര്യങ്ങൾ. എന്നിട്ട് ഒരു കൗൺസിലറെ കാണണം നിങ്ങൾ, അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ കാണാം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റില് നല്ലൊരു കൗൺസിലിംഗ് സെന്റർ പയ്യന്നൂർ പ്രവർത്തിക്കുന്നുണ്ട്, ഡി അഡിക്ഷൻ സെന്റർ. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ 10-15 പേർക്ക് ബാംഗ്ലൂർ ഇൻഫ്ലുവൻസിൽ നിന്ന് കൗൺസിലിംഗിന്റെ ട്രെയിനിങ് കിട്ടിയവരുണ്ട്. അവരെ ബന്ധപ്പെടാ നിങ്ങൾ.
എന്റെ മകനിൽ ഇങ്ങനെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് സാറേ, എന്ത് ചെയ്യണം? നിങ്ങൾ പരസ്പരം പഴിചാരുക, നിങ്ങൾ പരസ്പരം ബഹളം ഉണ്ടാക്കുക, നിങ്ങൾ ആളെ കൂട്ടുക, ഇതൊന്നും ചെയ്യരുത്. ലഹരി അടിക്കുന്ന കുട്ടികളെ ജീവിതത്തിലേക്ക് ബാക്ക് ചെയ്തു കൊണ്ടുവരണം, തിരിച്ചു കൊണ്ടുവരണം. ആ മക്കൾ നമ്മൾ ചേർത്ത് നിർത്തണം. മക്കൾക്ക് വേണ്ടി നമ്മളൊക്കെ അധ്വാനിക്കുന്നതും ജീവിക്കുന്നതൊക്കെ. പണ്ട് ഒരു സ്ത്രീ ഒരു കുട്ടിയെ മുഖത്തിറക്കിക്കൊണ്ട് വെച്ചുകൊണ്ട് ഇങ്ങനെ നട്ടുച്ച നേരത്ത് വെയിലത്ത് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. നാട്ടുകാരെ വെച്ചു, എന്താ സ്ത്രീ സഹോദരി നിങ്ങളിങ്ങനെ നടക്കുന്നത്? സഹോദരി പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ, എനിക്ക് ഭർത്താവില്ല, എന്റെ കുട്ടിക്ക് ഭക്ഷണത്തിനുള്ള ഭക്ഷ്യടക്കാനുള്ള വക ഞാൻ കണ്ടെത്തണം, ഞാൻ അതിനു വേണ്ടി അലയുകയാണെന്ന് പറഞ്ഞു. ആ സ്ത്രീ നടന്ന് ആ കാലഘട്ടത്തിൽ ഒരു വലിയ ഗുഹയുടെ മുഖത്തെത്തി. ആ ഗുഹാമുഖത്ത് ഒരു കാവൽക്കാരനുണ്ട്. കാവൽക്കാരൻ ചോദിച്ചു, ഈ നട്ടുച്ച നേരത്ത് ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് ഈ ചെറിയ പിഞ്ചു കുഞ്ഞിനെയും ഒക്കെ തിരുത്തിക്കൊണ്ട് നിങ്ങൾ എവിടത്തേക്കാണ് നടന്നു പോകുന്നത്? അവള് പറഞ്ഞു, എന്റെ മകന് 3 നേരത്തെ ഭക്ഷണം ഞാൻ കണ്ടെത്തണം, എനിക്ക് ഭർത്താവില്ല, അതിനു വേണ്ടി അലയുകയാണെന്ന് പറഞ്ഞു. ആ ഗുഹാമുഖത്ത് കാവൽ നിൽക്കുന്ന കാവൽക്കാരൻ പറഞ്ഞു, നിങ്ങൾ ഇനി എവിടെയും പോവണ്ട, ഈ ഗുഹയുടെ അകത്ത് ഇഷ്ടംപോലെ നിധികൾ കിടപ്പുണ്ട്, ആഭരണങ്ങൾ കിടപ്പുണ്ട്, പഴയ രാജാക്കന്മാരൊക്കെ സൂക്ഷിച്ചു വെച്ച ആഭരണങ്ങളുണ്ട്. പക്ഷേ നിങ്ങളെ പോലെയുള്ളവരെയും കാത്തുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഈ ഗുഹത്തകത്ത് കടന്ന് 2 മിനിറ്റ് സമയം കൊണ്ട് എല്ലാം വാരിയെടുക്കണം. നിങ്ങൾക്ക് എത്ര വാരിയെടുക്കാൻ പറ്റും അത്രയും വാരിയെടുക്കുക. പക്ഷെ 2 മിനിറ്റ് കൊണ്ട് ഒരു ബെല്ലടിക്കും. ഈ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഈ ഗുഹയുടെ മുഖം അടയുകയും നിങ്ങൾ ആജീവനാഥം ഗുഹക്കുള്ളില് അകപ്പെടുകയും അവിടെ നിന്ന് മരിക്കുകയും ചെയ്യുന്നു പറഞ്ഞു. സ്ത്രീ പറഞ്ഞു, ഓക്കെ, ഞാൻ 2 മിനിറ്റ് നേരം കൊണ്ട് പുറത്തേക്ക് വരാം. ആ സ്ത്രീ ഗുഹ അകത്തേക്ക് പോയി. ഇഷ്ടം പോലെ ആഭരണങ്ങള് നിധികള് വാരി തന്റെ വസ്ത്രങ്ങളിലിട്ട് 2 മിനിറ്റ് നേരം കൊണ്ട് ബെല്ലടിക്കുന്ന സമയത്ത് ആ സ്ത്രീ ഗുഹാമുഖം ചാടി പുറത്തേക്ക് വന്നു. ആ സഹോദരി എന്ത് ചെയ്തു? താൻ ശേഖരിച്ച വാരിക്കൂട്ടിയ ആഭരണങ്ങൾ മുഴുവനും താഴെ ഇട്ടിട്ട് അട്ടഹസിച്ച് സന്തോഷിച്ച് ചിരിച്ചു. എനിക്ക് 4 തലമുറകൾക്ക് വേണ്ടി, എന്റെ മകന്റെയും എന്റെ മകന്റെ മകന്റെ മകന്റെയും തലമുറകൾക്ക് ജീവിക്കാൻ അത്ര സമ്പത്ത് ഞാൻ ഇതാ സമ്പാദിച്ചിരിക്കുന്നു, ഇനി അലയേണ്ട ആവശ്യമില്ല. ആ സ്ത്രീയുടെ സന്തോഷം വളരെ പെട്ടെന്ന് അസ്തമിച്ചു. മുഖത്ത് നോക്കുമ്പോൾ കുട്ടിയില്ല. ഈ വാരി കൂട്ടുന്ന സമയത്ത് ഗുഹയുടെ അകത്ത് ഈ കുട്ടിയെ വെച്ചിരിക്കുകയാണ്. ആ സ്ത്രീ കാവൽക്കാരനോട് പറഞ്ഞു, ഈ കാവൽക്കാര, ഞാൻ എന്തിന് വാരിക്കൂട്ടി, ഞാൻ എന്തിന് നിധി ശേഖരിച്ചു, എന്തിന് സമ്പാദിച്ചു? ആ സമ്പാദ്യമൊക്കെ എന്റെ മകന് വേണ്ടിയായിരുന്നു. ആ മകൻ ഈ വാതിലടഞ്ഞ ഗുഹാമുഖത്തിന്റെ ഡോറടഞ്ഞ ഗുഹയുടെ അകത്ത് കിടക്കുകയാണ് എന്റെ മകൻ. ഞാൻ എന്തിനു സമ്പാദിച്ചിരിക്കുന്നത്? എന്റെ മകൻ അകത്താവുള്ളത്. കാവൽക്കാരൻ പറഞ്ഞു, എനിക്ക് യാതൊരു രക്ഷയില്ല, ഇത് തുറക്കാനേ പറ്റില്ല. അങ്ങനെ ഒരു മേച്ചിക്കൽ ഗുഹയാണിത്. ആ സ്ത്രീ പറഞ്ഞു, ഈ സമ്പത്ത് മുഴുവനും, ഈ ധനം മുഴുവനും, ഈ നിധി മുഴുവനും, ഈ ആഭരണം മുഴുവനും നിരർത്ഥകമായി. ഇതുപോലെയല്ലേ നമ്മളെ വീടില് ഒരു ചെക്കൻ ലഹരി അടിച്ചിട്ട് ആ വീടിന്റെ സ്വസ്ഥത തകർത്തു കഴിഞ്ഞാൽ പിന്നെ, സമ്പത്ത് തകർത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ കഠിനാധ്വാനം ചെയ്യുന്ന എന്താ ഫലം? ഒരു ഫലമില്ല. അതുകൊണ്ട് നമ്മളെ വീടുകളിലേക്ക് ലഹരി കടന്നു വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഉപ്പയും ഉമ്മയും കുറച്ചൊക്കെ ജാഗ്രത കൈവരിക്കണം. മെഡിക്കൽ സയൻസ് പറയുന്നത് ലഹരി അടിക്കുന്ന കുട്ടികൾ 3 ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നു. 3 ഘട്ടങ്ങളിൽ കൂടി. അതിലൊരു ഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ശരീരത്തിലെ രോമങ്ങളൊക്കെ ചെമ്പിക്കുക, 2 വിയർപ്പ് വരിക, 3 വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക, 4 ഭക്ഷണത്തോട് താല്പര്യം കുറയുക, ലഹരിയുടെ കെട്ട് മാറുന്നതോട് കൂടിയിട്ട് വെള്ളം കൂടി നിർത്തുകയും ഭക്ഷണത്തോട് ആർത്തി കാണിക്കുകയും ചെയ്യും. 36 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന ലഹരിയൊക്കെ ഉണ്ട്. നമ്മളെ ഇപ്പുറത്തൊരു സ്റ്റാമ്പ് ഉണ്ട്, ഒരു സ്റ്റാമ്പ് സൈസ്. പല രക്ഷിതാക്കളും കിട്ടിയിട്ട് അത് കീറിക്കളയാം. ഇതെന്ത് സ്റ്റാമ്പ്, കള്ളാസ് പേപ്പറാന്നെല്ലാം വിചാരിച്ചിട്ട് അത് നാവിന്റെ ഇടയിലും ഈ കക്ഷത്തിന്റെ ഇടയിലും അണ്ടർവെയറിന്റെ ഉള്ളിലൊക്കെ ഒട്ടിച്ചിട്ട് 36 മണിക്കൂർ കുട്ടികൾ ലഹരി ആസ്വദിക്കുന്നവരാണ്. 36 മണിക്കൂർ. ഒരു ചെറിയ സ്റ്റാമ്പാണ്, ചെറിയൊരു സ്റ്റാമ്പിന്റെ മോഡൽ. കുട്ടികളുടെ ഈ പാന്റില് രക്ഷിതാക്കള് നോക്കേണ്ടത് പറഞ്ഞാല്, കുട്ടികളുടെ ബെൽറ്റ് കെട്ടുന്നതിന്റെ ഇടയിൽ ടൈലർമാർ മടക്കി അടിച്ചിട്ടുണ്ടാവും. അതിന്റെ അടിഭാഗത്ത് കോമ്പാസ് കൊണ്ട് ചെറിയ ഓട്ടയുണ്ടാക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ അതിൽ തിരികെ പോകും. തലയണയുടെ കവറ് മാറ്റിയിട്ട് തലയുടെ സ്പോഞ്ചിന്റെ ഉള്ളില്, കിടക്കയുടെ അടിയിൽ
ബെഡിന്റെ കട്ടിലിന്റെ പ്ലൈവുഡിന്റെ അടിയിൽ ഒട്ടിച്ചു വെക്കുക. ഇതൊക്കെയാ ഇവരുടെ സൂക്ഷിപ്പ് അറകള്. ബാഗില് പ്രത്യേകമായ 2 പാളിയുള്ള ബാഗാണെങ്കിൽ ഒരു പാളിക്ക് ചെറിയ കീറൽ കൊടുത്തിട്ട് അതിന്റെ ഉള്ളില്. ഇതൊക്കെ രക്ഷിതാക്കൾ തിരിച്ചറിയണം. ഇതിനിപ്പോ പിന്നെ വലിയ മതത്തിന്റെ പണ്ഡിതന്മാരുള്ള വീടാണ്, അല്ലെങ്കിൽ വലിയ പണക്കാരാണ്, ആജീകിയാണ്, ഒന്നും പറഞ്ഞൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾ ശരിക്കും നമ്മളെ വീട്ടിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവര് ഭയങ്കര എക്സ്ട്രാ ഡീസന്റ് ഫാമിലിയാണ്. നമ്മളിത് കാണുന്നല്ലേ, നമ്മൾ ഇസ്മായിൽ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു ലിമിറ്റും ഇല്ല. ഇപ്പോ നൂനേരിയിൽ വെച്ചിട്ട് പണ്ഡിതന്മാർക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ക്ലാസ് കൊടുത്തിരുന്നു. നൂനേരിയിൽ വെച്ചിട്ട്, കണ്ണാടിപ്പുറം നൂനേരിയിൽ വെച്ചിട്ട്. ഇസ്മായിലാണ് നമ്മളെ അവിടത്തേക്ക് റഫർ ചെയ്യുന്നത്. ഒരു 10-40 മഹല്ല് ഖത്തീബുമാർക്ക് ക്ലാസ് കൊടുത്തിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 4ാമത്തെ ദിവസം ഒരു ഖത്തീബ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എന്റെ അനിയൻ ലഹരിയുടെ അഡിക്ഷൻ 100%. ഉമ്മയെ വല്ലാണ്ട് അടിക്കുന്നു. വീട്ടിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, സമ്പത്ത് മുഴുവനും ചോർത്തിക്കൊണ്ടുപോവുകയാണ് അവൻ. എന്താ ചെയ്യുക? നോക്കിയാണെങ്കിൽ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് രാത്രി 2 മണിക്ക് ഒരു കാറില് തലയിൽ തൊപ്പിയും മുട്ടുവരെയുള്ള ജുബയും ഒരു ഡബിൾ മുണ്ടൊക്കെ എടുത്തിട്ട് നല്ലൊരു ഉസ്താദ് കാറിൽ വരികയാണ്. നമ്മൾ സാധാരണ ഉസ്താദന്മാരെ കണ്ടാലും പരിശോധിക്കൂല ചെക്ക് പോസ്റ്റുകൾ, പെട്ടെന്ന് വിട്ടാളിയും. പക്ഷെ ഇത് കൈ കാണിച്ചത് രാത്രി 2 മണിക്കാണ്. ഒരു അസ്വസ്ഥത, ഒരു വല്ലാത്തൊരു എപ്രാളലും കാണിക്കുന്നത്. ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ ഒരു ഉസ്താദ്, എന്തോ ഒരു വൈക്ലഭ്യം. അല്ല, അത് ബീഡിയുണ്ട്. ഞാൻ പറഞ്ഞു, ബീഡിയൊന്നും കുഴപ്പമൊന്നുമില്ല, ബീഡിയൊന്നും നമ്മളെ കേസെടുക്കാനും പറ്റൂല. ബീഡി നല്ലതല്ല, പക്ഷെ ബീഡിയൊന്നും പറ്റില്ല. അല്ല സാർ, എനിക്ക് 2 മണിയായി, ഞങ്ങൾ ഭാര്യ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ കോട്ടിന്റെ ഈ കീശി കൈയിട്ട് നോക്കുമ്പോൾ കഞ്ചാവിന്റെ 4-5 പാക്കറ്റ്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ സാധനം? അല്ല, അത് ഞാൻ മൈസൂർ വണ്ടി നിർത്തിയപ്പോഴേ ഒരാൾ വന്നിട്ട് കഞ്ചാ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ നോക്കാൻ വേണ്ടിട്ട് മേടിച്ചതാണ്. നോക്കിയട്ടെ, എന്ത് പറ്റി എന്നാ എനിക്ക് തോന്നുന്നത്. എന്ത് പറ്റി? നിങ്ങൾ വിചാരിക്കും നമ്മളെ വലിയ പണ്ഡിതന്മാരുടെ വീടാണ്, നമ്മളെ വലിയ ഹാജിയാക്കാരുടെ വീടാണ്, നമ്മളെ വലിയ ഉമ്മ 5 നേരം നിസ്കരിച്ചിട്ട് മുസാഫ് ഇങ്ങനെ പാരായണം ചെയ്യുന്ന വീടാണ്, ഈ വീട്ടിലേക്കൊന്നും കടന്നു വരില്ല എന്ന് നിങ്ങൾ അങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു ഇടുത്തി മാതിരി നിങ്ങളെ വീട്ടുകളിലേക്ക് ഈ വിപത്ത് കടന്നു വരും. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതാണ്. വന്നു കഴിഞ്ഞാല് ആ വീട്ടിൽ സ്വസ്ഥത എന്ന് പറഞ്ഞ ഒരു സംഭവമേ ഉണ്ടാവുക. കൂത്തുപറമ്പില് ജോലി ചെയ്യുന്ന സമയത്ത് രാത്രി ഒരു 12 മണിക്ക് അന്ന് കൺട്രോളുള്ള സമയത്താണ് ഒരു കോള് വന്നു, ഒന്ന് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞിട്ട്. എക്സൈസ് ഓഫീസറിലെ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. നമ്മൾ പോയപ്പോഴേ ഒരു മുസ്ലിം സ്ത്രീ, ഒരു നല്ലൊരു 10-60 വയസ്സുള്ള ഒരു അജ്ജുമ്മ അലിക്കത്ത് പിടിച്ച് പറിച്ചിട്ട് മോഹനി ലഹരി 2 കുട്ടികളുള്ള ആൺകുട്ടികളുള്ളൂ. അതിൽ മൂത്താൺകുട്ടി ഉപ്പാന്റെ ബിസിനസ് ദുബായിൽ വെച്ച് നടത്തുകയാണ്. ഇവരും പോയിരുന്നു, പക്ഷെ ഇവരവിടെ നിന്നില്ല. ഇവർ തിരിച്ചു വന്നിട്ട് ഈ ലഹരിയുടെ കുട്ടികളുമായിട്ടാണ് കമ്പനി. ഉപ്പ ഇതൊക്കെ മതിയാക്കിയ നാട്ടിലും ആജീകയാണ്. അപ്പോ ഈ സ്ത്രീ ഇങ്ങനെ പൈസ ചോദിച്ചാൽ കൊടുത്തില്ല. അവസാനം ഉമ്മാന്റെ അലിക്കത്ത് പിടിച്ച് പറിച്ചിട്ട് ഇങ്ങനെ ചുമര് വിളിക്കുകയാണ്. വീട്ടിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ വിളിച്ച് താഴെ വീഴുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണെ, കുടുംബത്തിന് സ്വസ്ഥത ഉണ്ടാവില്ല. അത്രയും വിപത്തുകളെ കൊണ്ടുവരുന്നുണ്ട് ലഹരി. ഇത് ചർച്ച ചെയ്യണം നമ്മൾ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സമൂഹത്തോട് ആരെങ്കിലും ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ 40 ദിവസം ഒരാളുടെ ഇബാദത്ത് പൊട്ടി പാളിസാവും, പൊളിഞ്ഞു. അത്രയും ഇത് കൊടുത്തിരിക്കുകയാണ്. എല്ലാ തിന്മകളുടെയും താക്കോല്. എത്ര നിങ്ങൾ നോക്കിയട്ടെ, എന്തൊരു വാക്കാതൊക്കെ. 1 കോടിക്കണക്കിന് വർത്തമാനം, പ്രസംഗം, ക്ലാസ് എടുത്തിട്ട് ഇതിനേക്കാൾ ഒറ്റ വാക്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എല്ലാ തിന്മകളുടെയും താക്കോലാണ് ലഹരി. ഈ ലോകത്ത് എത്ര വലിയ സൈക്കോളജിസ്റ്റ്, കൗൺസിലർമാർ, മെഡിക്കൽ വിദഗ്ധർ, എക്സ്പേർട്സുകള് ഇത്രയും ചുരുങ്ങിയ വാക്കിൽ ഇത്രയും വിശാലമായ അർത്ഥം കൊടുക്കുന്ന ഒരു വാക്ക് ആരാ പറഞ്ഞിട്ടുള്ളത്?
നിങ്ങൾ ആലോചിച്ച് നോക്കിട്ടെ, ഇവിടെ എന്തെല്ലാം ക്രൂരതയാ നമ്മൾ ദിവസം പത്രം എടുത്താ കാണുന്നത്. ഉമ്മാനെ സർജറി കഴിഞ്ഞിട്ട് വന്നിട്ട് ഉമ്മാനെ കിടപ്പറയിൽ പോയിട്ട് മകൻ ഇങ്ങനെ കഴുത്ത് അറുത്തിട്ട് കൊന്നിട്ട് നാട്ടുകാരോട് പറയാ, എന്തിനാ നീ ഉമ്മാനെ കൊന്നത് പോലീസുകാർ ചോദിക്കുമ്പോ നാട്ടുകാരോട് പറയാ, എന്റെ ഉമ്മ എനിക്ക് ജന്മം നൽകിയതിന് ഞാൻ കൊടുത്ത പ്രതിഫലം. ഇപ്പൊ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചതാണ്. എനിക്ക് ജന്മം നൽകിയതിന് ഞാൻ കൊടുത്ത പ്രതിഫലം. എല്ലാ ക്രൂരതകളും, എല്ലാ തമ്മാടിത്തകളും, എല്ലാ അനാശാസ്യങ്ങളും, എല്ലാ ഒളിച്ചോട്ടങ്ങളും, എല്ലാ പ്രണയങ്ങളും, എല്ലാ ലഹരികളും ഒറ്റത്താക്കൂല. ഇതിനപ്പുറമൊന്നും പറയണ്ട. പിന്നെ നമ്മളിങ്ങനെ 1 മണിക്കൂർ ക്ലാസ് എടുത്തിട്ടൊന്നും കാര്യമില്ല. ഇത് മാത്രം മതി. ഞാൻ കുട്ടികളോടൊക്കെ പറയുന്നുണ്ട്, മോനെ ഒറ്റ വാക്ക് മതി, ഈ വാക്ക് നീ കേട്ടാ മതി. അപ്പോ ഒന്നാമത്തെ സ്റ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഐബ്രോ പെൻസിലുകൾ ബാഗിലുണ്ടാവും, ചെറിയ അത്തറിന്റെ ബോട്ടിലുകൾ ഉണ്ടാവും, കുട്ടികളുടെ ഇടയിൽ ചെറിയ നിങ്ങൾക്ക് അസ്വാഭാവികമായ പാക്കറ്റുകൾ കാണും. ഇതൊക്കെ കാണും. സ്റ്റാമ്പിന്റെ രൂപത്തിലുണ്ട്. മിഠായി, മിഠായി പൊടിച്ച മാതിരിയുള്ള, മിഠായി പൊടിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേമാതിരിയുള്ള ക്രിസ്റ്റലുകൾ കുട്ടികളുടെ ബാഗിലുണ്ടാവും. കഞ്ചാവുകൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് മെഡിക്കൽ സയൻസ് പറയുന്നത് ഒരു ഫാമിലിക്ക് താങ്ങാൻ പറ്റാത്ത വിപത്താണ് രണ്ടാം സ്റ്റേജിൽ കുട്ടികൾ കാണിക്കുക. കുട്ടികളെ കാണിക്കാതെ കാണിച്ചു തുടങ്ങി. ഇപ്പൊ ഒരു യൂട്യൂബ് ഇറങ്ങിയിട്ടുണ്ട്, ഒരു പർദ്ദയിട്ട മുസ്ലിം സ്ത്രീ. നിങ്ങൾ കണ്ടോന്നറിയില്ല. എനിക്കൊരു മകനേ ഉള്ളൂ, അവൻ ആഫിദാക്കാൻ വേണ്ടി കൊണ്ടാക്കിയതാണ്. പക്ഷെ ദർസ് കൂട്ടിയ സമയത്ത് നാട്ടിൽ വന്നപ്പോഴേ ഈ ലഹരിയുടെ ആൾക്കാരുമായിട്ട് ഇടപഴകിയിട്ട് അവന് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്നെ വന്നിട്ട് അവൻ എന്ത് ചെയ്തു, ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തു. എനിക്ക് അവനെ പേടിയാ. ഒരു ഉമ്മ പറയാണ് മകനെ പേടിയാവുന്നില്ല. നമുക്ക് മെഡിക്കൽ സയൻസ് പറയുന്നത് ഈ ഭൂമിയിൽ സ്ത്രീകള് എന്ന് പറയപ്പെടുന്ന വിഭാഗം ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത്. എത്ര കോടിക്കണക്കിന് ജീവികളില്ലേ ഈ പ്രപഞ്ചത്തില്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭൂമിക്ക് അവകാശികളായിട്ടുള്ള 100 കോടി അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ കോടി മില്യൺ ജീവികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ചില ജീവികളെ മൈക്രോസ്കോപ്പ് എടുത്തിട്ട് സൂം ചെയ്ത് നോക്കിയാൽ കാണുള്ളൂ. പക്ഷേ അതിൽ ഒരു വിഭാഗമാണ് മനുഷ്യൻ. ഈ ഒരു വിഭാഗമായ മനുഷ്യന് എല്ലാ ജീവികളും ഈ ഭൂമിയിൽ വേദന അനുഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് നമ്മുടെ സഹോദരിമാരാണ്. മെഡിക്കൽ സയൻസ് പറയുന്നത് അത് പ്രസവക്ക് ഒരു കുട്ടിക്ക് ജന്മം നൽകുമ്പോൾ അനുഭവിക്കുന്ന വേദനയാണ്. അതിന് 15 ടൺസ് യൂണിറ്റ് ആണ് മെഡിക്കൽ സയൻസ് നമ്മുടെ സഹോദരിമാർ കുട്ടിക്ക് ജന്മം നൽകുമ്പോൾ പ്രസവത്തിന്റെ വേദനയ്ക്ക് കണക്കാക്കുന്ന യൂണിറ്റ്. തൊട്ടു താഴെ മരണത്തിന്റെ വേദനയാണ്. 10ന്റെയും 14ന്റെയും ഇടയിൽ മരണത്തിന്റെ വേദനയാണ്. അതിന് തൊട്ട് താഴെ ക്യാൻസർ രോഗികൾ അനുഭവിക്കുന്ന വേദനയാണ്. പക്ഷെ ഇത്രയും മാരകമായ ഒരു വേദന അനുഭവിച്ചിട്ട് ഒരു മകൾക്ക് ജന്മം നൽകുമ്പോൾ ഒരു ഉമ്മ കൊടുക്കുന്നത് എന്ത് സന്ദേശമാണ്. അല്ലാതെ റസൂലിനോട് ചോദിച്ചില്ലേ എവിടെയാ സ്വർഗമെന്ന്? ഉപ്പാന്റെ കാല് പറഞ്ഞിട്ടില്ല, ഉസ്താദിന്റെ കാലാണെന്ന് പറഞ്ഞിട്ടില്ല, ഷേഖിന്റെ കാലാണെന്ന് പറഞ്ഞിട്ടില്ല, പ്രവാചകന്മാരുടെ കാൽപാദമാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ലാതെ റസൂല് നിസംശയം ഒരു മിനിറ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ചിന്തിച്ചിട്ടില്ല ആ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി. അല്ലാതെ റസൂലിനോട് ചോദിച്ചു എവിടെയാ സ്വർഗം എന്ന് ചോദിച്ചപ്പോൾ റസൂൽ തൽക്ഷണം നിന്നെ പ്രസവിച്ച ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം. വീണ്ടും ചോദിച്ചു ആ ചോദ്യം കർത്താവ് എവിടെയാണ്, രണ്ടാമത് എവിടെയാണ്? തലങ്ങും വിലങ്ങുന്നും ചിന്തക്ക് വേണ്ടിയിട്ട് തലതിരിച്ചില്ല റസൂല്. പറഞ്ഞു നിന്നെ പ്രസവിച്ച ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് രണ്ടാമതും സ്വർഗം. മൂന്നാമത് ചോദിച്ചു ഉമ്മാന്റെ പേര് പറയുമോ എന്നുള്ള ആശങ്കയിൽ വീണ്ടും റസൂല് പറഞ്ഞു നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം. എന്തുകൊണ്ടത്? ഈ മെഡിക്കൽ സയൻസ് പറയുന്ന വേദന അനുഭവിച്ചത് ഈ ഉമ്മയാണ്. ഇപ്പൊ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി ഒരു പുതിയ പരീക്ഷ നടത്തിയ മകൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ ഉമ്മാന്റെ മൂലകോശം ഈ പൊക്കിൾക്കൊടി ഉണ്ടല്ലോ മുറിച്ചു മാറ്റിയ ആ പൊക്കിൾക്കൊടിയിൽ നിന്ന് ഉമ്മാന്റെ ഈ പൊക്കിൾക്കൊടിയിലുള്ള കോശങ്ങൾ എടുത്തിട്ട് മകന്റെയും മകളുടെയും ക്യാൻസർ ബാധിച്ച കോശങ്ങളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാല്
ക്യാൻസർ സുഖം പ്രാപിക്കും എന്നുള്ളൊരു ഗവേഷണത്തിലാണ് ന്യൂയോർക്ക് ആരോഗ്യ യൂണിവേഴ്സിറ്റി. ഉമ്മാന്റെ പൊക്കിൾക്കൊടിയിൽ നിന്ന് മകന്റെയും മകളുടെയും പൊക്കിൾക്കൊടിയിലേക്ക് പൊക്കിളിന്റെ ഈ മുറിച്ചു മാറ്റിയ അടയാളം ഉണ്ടല്ലോ രണ്ടുപേരുടെയും, ഇങ്ങനെ സദാ ഒരു കാന്തിക തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ കൂടി സദാ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നതാണെന്ന് മെഡിക്കൽ സയൻസ് പറയുന്നത്. അതുകൊണ്ടാണ് ഉമ്മാക്ക് എപ്പോഴും മക്കളെ കുറിച്ച് ഭയങ്കര ആശങ്ക, ചിന്ത വരുന്നത്. അപ്പോ പറഞ്ഞു വരുന്നത്, ഇത്രയും വേദന സഹിച്ച ഒരു ഉമ്മ മകൾക്ക് ജന്മം നൽകുന്നത്, മകന് ജന്മം നൽകുന്നത്, ഈ ഉമ്മയെ മകൻ ലഹരിയുടെ 2ാം ഘട്ടത്തിൽ പ്രാപിക്കുക. കണ്ണൂർ ജില്ലയിൽ 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ മെഡിക്കൽ സയൻസ് പറയുന്ന ഹലൂസിനേഷൻ സ്റ്റേജ് എന്ന് പറയപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് ലഹരി അടിക്കുന്ന കുട്ടികൾ കടന്നു പോകുന്ന പറയുന്നത് ഹലൂസിനേഷൻ സ്റ്റേജ്. നിങ്ങൾ ആ വാക്കൊന്നും ഓർമ്മിക്കേണ്ട. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ തലച്ചോറിൽ ഒരു ഒറിജിനൽ ചിന്ത ഉണ്ടാവില്ല. ആ സ്ഥാനത്ത് എല്ലാം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചിന്ത ഉണ്ടാവും. ഞാൻ നിർത്താൻ പോവുകയാണ്, കാരണം പറഞ്ഞാൽ മൃത മജ്‌ലിസിന്റെ സമയം. അപ്പോ ആ സ്ഥാനത്ത് കുട്ടികൾക്ക് ഉമ്മയാണെന്ന് തിരിച്ചറിയൂല. ഉമ്മാനെ കാണുമ്പോൾ ഒരു സ്ത്രീയുടെ രൂപമാണെന്ന്, ഉപ്പാനെ കാണുമ്പോൾ ശത്രുവിന്റെ റോളിലേക്ക് വരും. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരുപാട് ഉപ്പമാരെ, അച്ഛന്മാരെ ലഹരി അടിച്ച കുട്ടികള് പച്ചക്ക് കുത്തിക്കൊല്ലുന്നു. സ്വന്തം പെങ്ങളെ ലൈംഗിക പീഡനത്തിന് ഉപയോഗിച്ചത് ഈ ഹലൂസിനേഷൻ സ്റ്റേജ് ബാധിച്ചത് കൊണ്ടാണ്. ഈ ക്രിമിനലുകളെ കോടതിയിൽ ജയിലിൽ ഇട്ടിട്ട് അവിടെ കൗൺസിൽ കൊടുത്തിട്ട് നോർമൽ മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾ പറയുന്നത്, ഞാൻ ഉപ്പാനെ കുത്തിയിട്ടില്ല, ഉമ്മാനെ വിഭജിച്ചിട്ടില്ല, പെങ്ങളെ പീഡിപ്പിച്ചിട്ടില്ല, അത് പോലീസുകാർ എക്സൈസുകാരൊക്കെ കള്ള കേസാണ്. കാരണം ആ സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഹലൂസിനേഷൻ എന്ന് പറയപ്പെടുന്ന ഒരു സ്റ്റേജിലാണ്. ഭയങ്കര മാരകമായ ഒരു സ്റ്റേജാണ്. 3ാമത്തെ സ്റ്റേജ് ഭ്രാന്തമായ ഒരു സ്റ്റേജിലേക്ക് പോകുന്ന ലഹരി അടിക്കുന്ന കുട്ടികൾ. വീട്ടിലൊരു ജനലുണ്ടാവില്ല, ഫർണിച്ചർ ഉണ്ടാവില്ല, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉണ്ടാവില്ല, അടിച്ച് തല്ലി പൊട്ടിച്ച് എല്ലാം പരുവത്തിലാക്കി വെക്കുക. അതൊരു 3ാമത് ലുനാറ്റിക് സ്റ്റേജ് എന്ന് പറയാം, ഭ്രാന്തമായ ഒരു അവസ്ഥ. ഈ 3 സ്റ്റേജിൽ കൂടി നമ്മുടെ മക്കൾ കടന്നു പോകണം. ഈ കടന്നു പോകുമ്പോട് കൂടി കുടുംബം തകരും. കുടുംബം തകരുന്നതോട് കൂടിയിട്ട് ഈ കുട്ടിയുടെ 2 കിഡ്നി ഡാമേജ് ആവും. 2 കിഡ്നിയും ട്രാൻസ്പ്ലാന്റ് ചെയ്തെടുക്കാൻ വേണ്ടി രക്ഷിതാക്കൾ വീടും പറമ്പും ബാങ്കിൽ കൊണ്ടുപോയി പണയം കൊടുക്കണം. ഇതൊക്കെയാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു വിപത്ത് നമ്മൾ മുൻകൂട്ടി കാണണം. ഒരുപാട് നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇവിടെ മൃത മജ്‌ലിസ് ഉള്ള ഒരു സ്റ്റേജ് ആയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ ഇസ്മായിലിനോട് അന്നേ ചോദിച്ചിരുന്നു, നമുക്ക് പ്രൊജക്ടറും കൂടി ഉണ്ടെങ്കിൽ അത് പ്രസന്റേഷനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. ഇതിന്റെ ഓരോ അനുഭവങ്ങളും കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. ഒരു ലഹരി അടിച്ച കുട്ടികളൊക്കെ ഈ കുപ്പി പൊട്ടിക്കും, ഇങ്ങനെ അടിച്ചു പൊട്ടിക്കും. എന്നിട്ട് ഈ ഹലൂസിനേഷൻ സ്റ്റേജ് ബാധിച്ച ഘട്ടങ്ങളിൽ ഉമ്മാനെ കുത്തും ഉപ്പാനെ കുത്തും, എന്നിട്ട് സ്വയം ശരീരം ഇങ്ങനെ കീറി മുറിക്കുക. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോ അവരറിയുന്നില്ല എന്താ ചെയ്യുന്നത്. പയ്യാമ്പലത്ത് സൂഫി മക്കാൻ എന്ന് പറയപ്പെടുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് ഹോട്ടലുണ്ട്. ജസീർ എന്ന് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാണ് അതിന്റെ ഓണർ. ഒരു 3-4 വർഷം മുമ്പ് അവന് ആയിക്കരയിൽ വെച്ചിട്ട് അവന്റെ കാറ് പാർക്ക് ചെയ്തത് ഒരു ബൈക്കുകാരന്റെ മുമ്പിലായി പോയി. ആ ബൈക്കുകാരൻ വന്നിട്ട് പറഞ്ഞു, എന്റെ കാറ് ഇടുന്നെടുത്ത് മാറ്റിക്കോ, ഇത് എന്റെ ബൈക്കിന്റെ ബാക്കിൽ നീ പാർക്ക് ചെയ്യാൻ പാടില്ല. ജസീർ പറഞ്ഞു, ഞാനൊരു ഷോപ്പിൽ ഒരു സാധനം വാങ്ങിച്ച് പെട്ടെന്ന് ഇറങ്ങി വരാൻ സുഹൃത്തെ, ഇറങ്ങി ഉടനെ ഞാൻ കാറെടുത്ത് പോകും, ഒരു 2 മിനിറ്റ് മതി. പറ്റില്ല എന്ന് പറഞ്ഞ് അവന്റെ കോളറെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെ തന്നെ ആയിക്കാര് ടൗണിൽ വെച്ച് തന്നെ കുത്തിക്കൊന്നിട്ട് അവനിപ്പോ ജയിലിലാണ്. ഞാൻ അവിടെ ജയിലിലെ അന്തേവാസികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി വാർഡനോട് ചോദിച്ചു, അവൻ എന്താ പറയുന്നത്. അവൻ പറയുന്നത്, ഞാനങ്ങനെ ജസീറിനൊന്നും കുത്തിക്കൊന്നിട്ടൊന്നുമില്ല, അത് എക്സൈസുകാരും പോലീസുകാരൊക്കെ എടുത്ത കള്ള കേസുകളാണ്. അവൻ അറിയുന്നില്ല ആ സമയത്ത് ഹലൂസിനേഷൻ സ്റ്റേജാണത്. നിങ്ങളൊരു ഉപ്പാനെ കുത്തിയില്ലടാ നീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. ഉമ്മ പറയും, നീ അന്നെ കയറി പിടിച്ചില്ലടാ. പക്ഷെ ഓന്റെ ബുദ്ധി, ഓന്റെ തലച്ചോറ് ഹലൂസിനേറ്റഡ് സ്റ്റേജിലാണ്, തിരിച്ചറിയുന്നില്ല അവൻ. വളവട്ടടത്തൊക്കെ നിങ്ങൾ ഒരു ചെക്കൻ കണ്ടില്ലേ, കുപ്പിച്ചില്ല് ശരീരം മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ കീറിയിടുന്നു, സ്വന്തം ശരീരം. അപ്പൊ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടകം തുറന്നു കൊടുത്തുകൂടാ.
ഞാൻ നേരത്തെ പറഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ തള്ളക്കോഴി വളർത്തുന്ന മാതിരി ഒരു അപായ സൂചന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ അറ്റൻഷൻ കൊടുക്കണം, സ്നേഹം കൊടുക്കണം. ഈ വീട്ടിൽ വെച്ചിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്യമായിട്ട് വഴക്ക് പറയുക, തല്ലുകൂടുക, വലിച്ചെറിയുക, ഇതൊക്കെ മക്കൾ കണ്ടു വളരുകയാണ്. ഇത് കണ്ടു വളരുന്ന കുട്ടികളാണ് ഈ രീതിയിലേക്കൊക്കെ പോകുന്നത്. നല്ലൊരു സ്നേഹം നമ്മളെ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കൾ തമ്മിൽ ഒരു ചർച്ച, ഒരു നല്ലൊരു കൂടിയാലോചന, ഒരു സ്നേഹം എല്ലാം രക്ഷിതാക്കൾ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കഥ മാതിരി ഇതൊക്കെ ആർക്കും വേണ്ടി എന്നുള്ള ചോദ്യത്തിന് നിരർത്ഥകമായ ഉത്തരമായിരിക്കും നമുക്ക് സമ്മാനിക്കുക. അതുകൊണ്ട് റസൂല് കാണിച്ചു തന്ന ഒരു കുടുംബജീവിതം നമ്മൾ കോപ്പി ചെയ്യണം. അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ദീനീ ബോധം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല മരുന്നിന് ദീനീ ബോധമാണ്, ഈമാനാണ്. കുട്ടികൾക്ക് ഈമാൻ കൊടുക്കുക. അതിന് രക്ഷിതാക്കൾ കുറേ ശ്രദ്ധയിരിക്കണം. ഒരു 9-10 വയസ്സുള്ള കുട്ടികളൊക്കെ അടുത്ത് വിളിച്ച് വീടിനൊക്കെ നിസ്കരിക്കുമ്പോൾ അടുത്തൊക്കെ വിളിച്ച് നിർത്തിക്കണം. ഇത് വേറെ മരുന്നൊന്നും കാണുന്നില്ല. കുട്ടികൾക്ക് ഭയഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ, അള്ളാഹുവിനോടുള്ള തഖ്വ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഇഖ്ലാസ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതാണ്. ഒരു ളുഹൂർ നിസ്കരിച്ച ഒരു കുട്ടി അതിനിടയിൽ തെറ്റ് ചെയ്തിട്ട് അസറിന്റെ മുമ്പിലേക്ക് കൈകെട്ടുമ്പോൾ പടച്ചോ ഞാനത് ചെയ്തു പോയല്ലെന്നുള്ളൊരു കുറ്റബോധം കുട്ടികൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിസ്കാരം ശീലിപ്പിക്കണം. അതിനാണ് നിസ്കാരം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു മഹത്തായ ഒരു പ്രോസസ്സാണ്. ഓരോ സമയത്തും ഓരോ നിസ്കാരം വെച്ചിരിക്കുന്ന, ഒരു തെറ്റ് ചെയ്തിട്ട് അടുത്ത തെറ്റിലേക്ക് പോകുമ്പോൾ ഒരു നിസ്കാരം വരുമ്പോൾ നമ്മളൊരു പുനർചിന്തനത്തിന് വേണ്ടിയാണ്. ആ ഒരു വലിയൊരു പ്രോസസ്സിൽ കൂടി നമ്മളെ കുട്ടികളെ കടത്തി കൊണ്ടുപോകണം. എങ്കിലേ ഇതിനൊരു മരുന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങളിതൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഹോർമോൺസുകൾ വല്ലാണ്ട് ഇങ്ങനെ റിക്രിയേറ്റ് ചെയ്യാന്നല്ലാണ്ട് മറ്റു റിസൾട്ടൊന്നും അതിലുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ സിസ്റ്റത്തിലേക്കാണ് കാലിക വർത്തമാനകാലം പോയിക്കൊണ്ടേയിരിക്കുന്നത്. കുട്ടികളുടെ ചിന്തയെ, കുട്ടികളുടെ നൈപുണികളെ മുഴുവനും ഒരു സ്വതന്ത്ര ചിന്താഗതിയിലേക്ക് തള്ളിവിടുന്ന ഒരു വിദ്യാഭ്യാസം. ഇപ്പൊക്കെ റോളില്ല. ഓഷോ രജനീഷിന്റെ ഒരു സുപ്രധാനമായ ഒരു വാക്കുണ്ട്, എനിക്ക് അച്ഛനും അമ്മയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഓഷോ പറയുകയാണ്, അവർ തമ്മിൽ രാത്രി ക്ഷയിക്കുമ്പോഴുണ്ടാവുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് നമ്മൾ. ആ സിദ്ധാന്തത്തിലേക്ക് നമ്മളെ മക്കൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് വേണ്ട മരുന്ന് ധാർമ്മികത, മതചിട്ട അത് കൊടുത്തുകൊണ്ടേയിരിക്കണം. യുക്തിവാദങ്ങൾ വല്ലാണ്ട് വളരുന്നുണ്ട്. യുക്തിചിന്ത മഹല്ലകളിൽ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടികളൊക്കെ യുക്തിചിന്തയിലാണ്. പെൺകുട്ടികളൊക്കെ ഫെമിനിസത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്നതാണ് ശരിയെന്നുള്ളൊരു അവസ്ഥയിലേക്ക് കുട്ടികളൊക്കെ ചെന്ന് ചാടുകയാണ്. കുടുംബത്തിൽ നല്ലൊരു ധാർമ്മികത, അത് ഏത് മതത്തിലായാലും, ഹൈന്ദവ മതങ്ങളിലായാലും, മുസ്ലിം മതങ്ങളിലായാലും, ക്രൈസ്തവ മതങ്ങളിലായാലും, കുട്ടികളെ ധർമ്മം പഠിപ്പിക്കുക. ധർമ്മം പഠിപ്പിക്കാനാണ് മതത്തിന്റെ പ്രധാനപ്പെട്ട ജോലി. ആ ധർമ്മം പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ അധാർമികതയിലേക്ക് പോകില്ല. അങ്ങനെ ഒരു നല്ലൊരു സമൂഹം നമുക്ക് ഈ രാജ്യത്തുണ്ടാവണം. അതിന് എക്സൈസ് വിമുക്തി മിഷന്റെ എല്ലാവിധ സഹകരണവും ഉണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വളരെ ആത്മാർത്ഥതയുള്ള ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ നാട്ടിൽ ഇസ്മായിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള കാലത്തോളം നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ സേവനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. രഹസ്യ വിവരങ്ങൾ നിങ്ങൾ കൈമാറണം. എവിടെയെങ്കിലും ലഹരിയുടെ ചെറിയ സൂചനകൾ കിട്ടിക്കഴിഞ്ഞാൽ എക്സൈസിന്റെ ടോൾ ഫ്രീ നമ്പറുകളുണ്ട്. അതിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പടൻ അമർച്ച ചെയ്യാൻ പറ്റും. പലരും എന്തെങ്കിലും ആയിക്കോട്ടെന്ന് പറയുന്നത്, പല രക്ഷിതാക്കളും എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഭാഗത്ത് തലയിടേ വേണ്ട, നമുക്ക് കഴിയില്ല. പക്ഷെ നിങ്ങൾ ആ വർത്താനം നിങ്ങൾ നാളെ ഈ കുട്ടികളുടെ ഫ്രണ്ട് നിങ്ങളെ മോന്റെ ഫ്രണ്ടായിട്ട് വരും, നിങ്ങളെ വീട്ടിലേക്കും വരും. അന്ന് പറയും ഇത് അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും തീരുന്ന പ്രശ്നമാണെന്ന് പറയും. അതുകൊണ്ട് രഹസ്യമായിട്ട് എക്സൈസിന്റെ ടോൾ ഫ്രീ നമ്പർ ഗൂഗിളിലുണ്ട്, അടിച്ചാൽ കിട്ടുക. അല്ലെങ്കിൽ നമ്മളെ ഇസ്മായിലിന്റെ ഇവിടെ ഉണ്ട്, വിവരം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉന്മൂലനം ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ പരസ്യമായിട്ട് അവരുമായിട്ട് നേരിടാൻ നിൽക്കേണ്ടതേ ഉള്ളൂ. നിങ്ങൾ രഹസ്യമായിട്ട് വിവരങ്ങൾ കൈമാറുക. നമ്മുടെ മക്കളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ കുറേ മാറാനുണ്ട്, ഒരുപാട് മാറാനുണ്ട്.
പഴയ അവസ്ഥയിൽ നമ്മൾ ഉപ്പാപ്പയൊക്കെ എങ്ങനെയാ ജീവിച്ചിരുന്നു പറഞ്ഞിട്ട് നിന്നാലൊന്നും ഈ കാലഘട്ടത്തില് മക്കൾ ആ രീതിയിലേക്ക് പോകുന്നു തോന്നുന്നില്ല. അതുകൊണ്ട് കുടുംബം സെറ്റ് ചെയ്തെടുക്കുക, അടിസ്ഥാനപരമായി കുടുംബം സെറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഈ വേദി ബുർദ മജ്‌ലിസിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളോട് വളരെ പറഞ്ഞാൽ അറിയത്ത് തീരാത്ത കടപ്പാടുണ്ട്. കാരണം ഇത്രയും വിരസമായൊരു വിഷയം ലഹരി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വിരസതയാണ്. ഈ മഹത്തായ മജ്‌ലിസിൽ കൊണ്ടുപോയി ഇടുക എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഈ മഹലിലെ കുടുംബം തകരാൻ പാടില്ലെന്നുള്ളൊരു ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ്. മഹൽ എന്ന് പറയപ്പെടുന്നത് കുടുംബത്തിന്റെ ഒരു ചങ്ങലയാണ്. ആ ചങ്ങല കോർത്തിളക്കുന്ന ഒരു വലിയ കണ്ണിയാണ് മഹല്. ആ മഹലിൽ നാട്ടിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയണം. ഈ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട്, ആ സംഭവിക്കാൻ ഇടയുള്ള വിഷയങ്ങൾ ആരെ കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുപ്പിക്കണം എന്നൊക്കെ മഹല്ല് കമ്മിറ്റി തിരിച്ചറിയേണ്ടത്. ആ ഒരു തിരിച്ചറിവ് അവർ ഇവിടെ നടത്തിയതാണ്. കമ്മിറ്റിയിൽ എൻ്റെ പ്രിയ ഉദ്യോഗസ്ഥരുണ്ടെന്ന് എനിക്കറിയാം. ഏതായാലും എക്സൈസ് വിമുക്തി മിഷന്റെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഡി അഡിക്ഷൻ സെന്റർ പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും കുടുംബത്തിൽ ഏതെങ്കിലും കുട്ടി ലഹരിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒതുക്കി തീർക്കരുത്. ഡി അഡിക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം സൗജന്യ സേവനമാണ്. അഡ്മിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് ഉണ്ട്, കൗൺസിലിംഗ് വേണമെന്നുണ്ടെങ്കിൽ കൗൺസിൽ ഉണ്ട്. നിങ്ങൾ ബന്ധപ്പെടണം. അതിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ലഹരി നമ്മളെ വീട്ടിലേക്ക് കടന്നു വരാതെ സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹൃദാവായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.